അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യും. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം അടിയനർപ്പിച്ച കൃപാന്റെ ബലത്തിൽ ഇന്ന് അങ്ങയുടെ മക്കളെ പ്രാർത്ഥന കൂടുന്ന എല്ലാ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, മനസ്സ് വേദനിക്കുന്ന എല്ലാ വിഷയങ്ങളും, അവരുടെ മനസ്സ് വേദനിപ്പിക്കുന്ന എല്ലാ വ്യക്തികളും ഇപ്പോഴും ഈശോയുടെ നാമം നിർവീര്യമാകട്ടെ. കർത്താവെ, മനസ്സ് വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ, ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, മറ്റുള്ളവർ നമ്മളെ പഴി പറയാൻ സാധ്യതയുള്ള എല്ലാ വിഷയത്തിൻ്റെ മേലും കർത്താവിൻ്റെ കരുണ ചൊരിയുകയും നിങ്ങളെ കർത്താവ് ഇന്ന് നിലനിർത്തി തരികയും ചെയ്യട്ടെ. നിങ്ങൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ചെയ്യുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, ഒപ്പിടുന്ന പേപ്പറുകൾ, കൈമാറുന്ന രേഖകൾ,
കഴിക്കുന്ന മരുന്ന് എല്ലാം മാതാവിൻ്റെ മധ്യസ്ഥതയിലെ യേശുനാമത്തിൽ അനുഗ്രഹിക്കപ്പെടുകയും നീ ദൈവത്തെ അനുഭവിക്കാൻ ഇന്ന് നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാശ്രേഷ്ഠ നീക്കുവാണ്. നമ്മളൊരു സിസ്റ്റം ഫോളോ ചെയ്ത് വരികയാണ്. കാര്യം നമ്മൾ 2 ദിവസം മുമ്പ് കണ്ടു, എന്നെ സുഖപ്പെടുത്താൻ നിനക്ക് കഴിയുമെന്ന് പറയുന്നവനെ കണ്ടു. അവനൊരു കുഷ്ഠരോഗി നിരാലംബനായിരുന്നു. ഇന്നലെ നമ്മൾ കണ്ടത് എനിക്കാരുമില്ലെന്ന് പറയുന്ന ഒരു തലവാരോഗ്യനെയാണ്. ഈ തലവാരോഗ്യനെ കുഷ്ഠരോഗിയുടെ നടക്കുന്നുണ്ട്. അവനൊരു കാര്യം പറയും, എന്താണ്? ഐ വിൽ നോട്ട് ഡിസോൺ യു അറ്റ് എനി കോസ്റ്റ്. എബ്രായർ 13:5 ഞാൻ നിന്നെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല എന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാല്, ആൾക്കാർക്ക് ഇത് പുസ്തകത്തിലെ പശു പോലെയാണ് വചനങ്ങൾ. അങ്ങനെയല്ല. ഈ വചനത്തെ നമ്മൾ അത് ആക്ടിവേറ്റ് ആകേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, വചനം നമ്മൾ ഓൺ ചെയ്തിട്ട് അതിൽ സ്നേഹം, പ്രത്യാശ, വിശ്വാസം, ഇത്രയും ഇൻഗ്രീഡിയൻസ്, തിയോളജിക്കൽ വെർച്യൂസ് അതിലേക്ക് ഇൻകൾക്കേറ്റ് ചെയ്യുമ്പോഴാണ് വചനം ആനിമേറ്റ് ചെയ്യണത്. എല്ലാ വചനത്തിനും ആനിമേഷൻ ചെയ്യാൻ പറ്റും. അതിനെ ജീവൻ കൊടുത്ത് ആത്മാവിനെ കൊടുക്കാൻ പറ്റും. വചനത്തെ ആത്മാവിനെ കൊടുത്തിട്ട് അത് മനുഷ്യ ജീവിതത്തെ ദൈവവുമായിട്ട് കണക്ട് ചെയ്യിക്കണത് എങ്ങനെയാണ്? വചനം ഒരു മീഡിയം ആക്കിക്കൊണ്ട്. അപ്പം വചനം ദൈവമാണെന്ന് പറയുമ്പോൾ ആ വചനം ദൈവമായിട്ട് നമുക്ക് അനുഭവിക്കപ്പെടുന്നത് എങ്ങനെയാണ്? ആ വചനത്തിൽ നമ്മൾ വിശ്വാസം, പ്രത്യാശ, ദൈവസ്നേഹം എന്നീ ദൈവിക പുണ്യങ്ങൾ അതിലേക്ക് ഇൻകൾക്കേറ്റ് ചെയ്യും, സന്നിവേശിപ്പിക്കുമ്പോഴാണ് അത് ആനിമേറ്റ് ചെയ്യപ്പെട്ടിട്ട് നമ്മൾക്കതിൻ്റെ ഫലം തരുന്നത്. വചനത്തെ വിശ്വസിക്കാൻ മാത്രം പോരാ, വചനത്തെ സ്നേഹിക്കണം. വചനത്തെ സ്നേഹിച്ചാൽ മാത്രം പോരാ, വചനത്തെ പ്രത്യാശിക്കണം. അപ്പോഴെന്താണ്? നമുക്കത് ഫീൽ ചെയ്യും. ഐ വിൽ നോട്ട് ഡിസോൺ യു. എന്തെല്ലാം കാരണങ്ങളുണ്ടെങ്കിലും നിന്നെ ഉപേക്ഷിച്ച് കളയാൻ എനിക്ക് എന്തെല്ലാം കാരണങ്ങളുണ്ടെങ്കിൽ, നിന്റെ പാപാവസ്ഥയാകാം, നിന്റെ ഭക്തിക്കുറവാകാം. പക്ഷെ കർത്താവിൻ്റെ വാഗ്ദാനം എന്താണ്? ഐ വിൽ നോട്ട് ഡിസോൺ യു. ഞാൻ നിന്നെ ഒഴിവാക്കത്തില്ല ഒരു കാരണവശാലും. അത് പോരെ ജീവിക്കാൻ. മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് രഹന ജോസ്. ഞാൻ വരുന്നത് പുത്തൻവേലിക്കര, എറണാകുളം ജില്ലയിലെ പുത്തൻവേലിക്കര എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. സെൻറ്റ് ജോർജ് മാളവന ഇടവകയാണ്. അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷണത്തിന് സാക്ഷിയാക്കി ഈ അൾത്താരയിൽ നിൽക്കാൻ അനുഗ്രഹം ലഭിച്ചതിന് അമ്മ മാതാവിന് നന്ദി പറയുന്നു. ഇതിൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ആദ്യത്തെ സാക്ഷ്യം ഞാൻ പറഞ്ഞത് 2024 അത് ഞാൻ ഇവിടെ വന്ന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എനിക്ക് OET പാസ്സായി. ഞാൻ ന്യൂസിലൻഡിൽ ക്യാബ് കോഴ്സ് ചെയ്യാൻ പോയ സാക്ഷ്യമാണ് ഇവിടെ പറഞ്ഞിരുന്നത്. 2024 മെയ്യിൽ ഞാൻ ന്യൂസിലൻഡിൽ ക്യാബ് കോഴ്സിന് പോയി. അതിനുശേഷം ആ സമയത്ത് അവിടെ ന്യൂസിലൻഡിൽ ജോബ് കിട്ടാൻ ഭയങ്കര പ്രയാസമായിരുന്നു. ഒരുപാട് പേര് കുറേ ലക്ഷങ്ങൾ കൊടുത്തു പോയി പഠിച്ചിട്ട് ജോലിയൊന്നുമില്ലാതെ നാട്ടിൽ വന്നു. ആ സമയത്ത് ഞാൻ ഇവിടുന്ന് പോകുന്നോടം വരെ ഞാൻ തീർത്ഥാടന ഉടമ്പടിയിലായിരുന്നു. എല്ലാം കറക്റ്റായിട്ട് ഫോളോ ചെയ്ത് വന്നു. ഇവിടുന്ന് പോയതിന് ശേഷം ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നു. ഞാൻ മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം ഇത്രയും നമ്മൾക്ക് പൈസയൊക്കെ മുടക്കി പോയിട്ട് ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരിക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരുന്നു. അങ്ങനെ ഞാൻ ഓൺലൈൻ ഉടമ്പടി ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഒരുപാട് പേര് ജോലിയില്ലാതെ തിരിച്ചു വന്നപ്പോഴും കുറേ പേർക്ക് ജോലിയൊന്നും കിട്ടാതിരുന്ന സമയത്തും എനിക്ക് അമ്മ മാതാവ് ഓസ്ട്രേലിയയിൽ ജോലി തന്നു. അത് എനിക്ക് 2 ജോബ് ഓഫറാണ് വന്നത്. ഫസ്റ്റ് ജോബ് ഓഫർ വന്നത് ഓഗസ്റ്റ് 15 മാതാവിൻ്റെ സ്വർഗ്ഗാരോഹണ തിരുനാളിൻ്റെ. അത് നെക്സ്റ്റ് വീക്കിൽ തന്നെ അടുത്തൊരു ഇൻ്റർവ്യൂ കിട്ടി. അത് കുറച്ച് ടഫായിരുന്നു. 30 മിനിറ്റ് 45 മിനിറ്റ്സുള്ള ഇൻ്റർവ്യൂ ആണ്. എന്നിട്ട് 2ാമത്തെ ഇൻ്റർവ്യൂവും എനിക്ക് പാസ്സായി. അത് സെപ്റ്റംബർ 8 മാതാവിൻ്റെ ജന്മതിരുനാളിൻ്റെ അന്നാണ് എനിക്ക് കിട്ടുന്നത്. മാതാവിൻ്റെ പിറന്നാൾ സമ്മാനമായി തന്നതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഒരു ആവറേജ് സ്റ്റുഡൻ്റായ ഞാൻ 2 ഇൻ്റർവ്യൂ 30 മിനിറ്റ്സ് അല്ല 45 മിനിറ്റ്സിൽ സംസാരിച്ച് പാസ്സാകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഒരുപാട് പേരെ സമയത്ത് ജോബ് ആപ്ലിക്കേഷൻ കൊടുക്കുന്നുണ്ട്. ന്യൂസിലാൻഡിൽ എന്തായാലും ജോലി കിട്ടാൻ ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. അന്നേരം ഞാൻ ഇൻ്റർവ്യൂവിൻ്റെ സമയത്താണെങ്കിൽ എപ്പോഴും ഈ ഉടമ്പടി കാശ് രൂപ എൻ്റെ കയ്യിൽ ഞാൻ ഇപ്പോഴും പിടിക്കും. പിന്നെ ഉപ്പ് ഞാൻ എൻ്റെ ലാപ്ടോപ്പിലൊക്കെ വിതറും. അതുപോലെ ഉടമ്പടി തൈലം എടുത്ത് കുരിശ് വരയ്ക്കും.
പിന്നെ ഒരു ചെറിയ മാതാവിൻ്റെ രൂപം ഉണ്ട് എടുത്ത്, അത് എൻ്റെ ലാപ്ടോപ്പിൻ്റെ മുമ്പിൽ വെച്ചിട്ടാണ് ഞാൻ നമുക്ക് വീഡിയോ കോൺഫറൻസിലാണ് ഇൻ്റർവ്യൂ അങ്ങനെ ചെയ്യാറ്. അപ്പോൾ യാതൊരു സാധ്യത ഇല്ലാതിരുന്നിട്ടും എനിക്ക് അത് കിട്ടിയത് എൻ്റെ കഴിവുകൊണ്ടല്ല, മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ്. ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നതുകൊണ്ടാണെന്ന് എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട്. അതിനുശേഷം വളരെ പെട്ടെന്നായിരുന്നു എൻ്റെ വിസ പ്രോസസ്സ്. 2 months കൊണ്ട് എനിക്ക് ഓസ്ട്രേലിയയുടെ വർക്ക് വിസ കിട്ടി. ഇപ്പോൾ ഞാൻ അവിടെ അത്യാവശ്യം നല്ലൊരു ശമ്പളത്തിൽ അവിടെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. പിന്നെ എൻ്റെ ഒരു പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ ഇവിടെ നാട്ടിലായിരുന്ന സമയത്ത് തീർത്ഥാടന ഉടമ്പടിയിലായിരുന്നതുകൊണ്ട് എല്ലാ 3 മാസം കൂടുമ്പോഴും ഇവിടെ വരികയും പത്രം മേടിച്ചു കൊടുക്കുകയും ചെയ്യുമായിരുന്നു. അവിടെ പോയതിന് ശേഷം ഞാൻ ഓസ്ട്രേലിയയിൽ നിന്ന് ഇപ്പം ആദ്യമായിട്ടാണ് നാട്ടിൽ വരുന്നത്. അപ്പം ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ഡെയിലി ബ്രെഡ്, അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥന സ്റ്റാറ്റസ് ഇടും, ഡെയിലി കാണും, എല്ലാവർക്കും അയച്ചു കൊടുക്കും. അതുപോലെ ചൊവ്വാഴ്ചകളിലെ ധ്യാനം കൂടും, അത് സ്റ്റാറ്റസ് ഇടുകയും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യും. പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറയുന്നത്, എനിക്ക് ന്യൂസിലൻഡിൽ പോയി 6 months ജോബൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് എനിക്കിപ്പം ജോബായതിന് ശേഷം ഞാൻ ഒരു സ്റ്റുഡൻറ്റിനെ, ഒരു വിദ്യാഭ്യാസത്തിന് ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടീനെ ഞാൻ എല്ലാ മാസവും എൻ്റെ ശമ്പളത്തിൻ്റെ ഒരു ഭാഗം കൊടുത്ത് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആരെങ്കിലും ഇപ്പം ഹോസ്പിറ്റൽ കേസ് എന്തെങ്കിലും ആയിട്ട് നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം നമ്മൾ ജോലിയുള്ളവരാകുമ്പം ഓഫ് കോഴ്സ് ആരെങ്കിലുമൊക്കെ ചോദിക്കുമല്ലോ, അപ്പം എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ സഹായിക്കാറുണ്ട്. എനിക്കെപ്പോഴും പ്രതീക്ഷ തരുന്ന ഒരു വചനമാണ് റോമ 4:18. പ്രതീക്ഷയ്ക്ക് യാതൊരു സാധ്യതയില്ലായിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ചു എന്ന് ദൈവം അബ്രാഹത്തിനോട് പറഞ്ഞ ആ വചനം. കാരണം ഒരു സാധ്യതയില്ലാതിരുന്ന എൻ്റെ ജീവിതത്തിൽ എനിക്ക് നല്ലൊരു ജോലി തന്നത് അമ്മ മാതാവാണ്. പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഒരു പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പോൾ, എൻ്റെ റൂംമേറ്റ് ആയിരുന്ന ഒരു കുട്ടി ഞങ്ങൾ ഒരേ ദിവസം ജോയിൻ ചെയ്തതാണ്. മെയ്യിൽ ഒക്ടോബറിൽ ഞങ്ങളുടെ വിസ തീർന്ന് ആ കുട്ടി നാട്ടിലേക്ക് പോരാനായി. ആ സമയത്താണ് എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി, 2 ഇൻ്റർവ്യൂ കിട്ടി, ഓഫർ ലെറ്റർ കിട്ടി. ഞാനിങ്ങനെ ഓസ്ട്രേലിയക്ക് പോകാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. എൻ്റെ റൂംമേറ്റ് ഉടമ്പടിയിലുള്ള ഒരാളല്ല, മാതാവിനോട് അങ്ങനെ ഉടമ്പടി പ്രാർത്ഥന ചെല്ലാറില്ല, അവർ വേറെ കത്തോലിക്കരല്ല. അങ്ങനെ ഞാനിത് പ്രാർത്ഥിക്കുന്നത് കണ്ടിട്ട് എനിക്ക് ജോബ് ഓഫറും എല്ലാം കിട്ടിയതിന് ശേഷം എന്നോട് ചോദിച്ചു, ചേച്ചി ഇതെങ്ങനെയാണ്, ചേച്ചി മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണല്ലേ ചേച്ചിക്ക് കിട്ടിയത്? കാരണം ഞങ്ങൾ ഒരേ CV എല്ലാ ജോബ് ആപ്ലിക്കേഷനും ഒരുമിച്ച് അപ്ലൈ ചെയ്തു. അപ്പം അവൾക്ക് അതുവരെ ഒന്നും കിട്ടിയില്ല. ആ സമയത്ത് അവൾ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. ഒരു നാട്ടിലേക്ക് പോകാൻ ടിക്കറ്റ് എടുത്തിരിക്കുന്ന സമയത്താണ്, 15 days കൂടെ ഉള്ളൂ ന്യൂസിലാൻഡിൽ. ആ സമയത്ത് ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. ആ 15 daysനുള്ളിൽ നാട്ടിൽ പോകുന്നതിന് മുമ്പ് അവൾക്കൊരു ഓഫർ ലെറ്റർ കിട്ടിയിട്ടാണ് അവൾ നാട്ടിൽ പോയത്. ഇപ്പം ആ കുട്ടി നാട്ടിൽ വന്നു, ഉടമ്പടി എടുത്തു. അവളും ഓസ്ട്രേലിയയിൽ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. അവളും ഓൺലൈൻ ഉടമ്പടിയിലാണ്. അപ്പം എൻ്റെ ഒരു പ്രാർത്ഥന കൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ ഒരു ജീവിതം കൊണ്ട് നമുക്ക് ഒരാൾക്കെങ്കിലും മാതാവിൻ്റെ സാക്ഷിയാക്കാൻ പറ്റിയെങ്കിൽ അത് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ഞാൻ കരുതുന്നു. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. നിനക്കെൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും പ്രകടമാകുന്നത്. എൻ്റെ പേര് അഖില, ഞാൻ എറണാകുളം നോർത്ത് പറവൂരിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ അമ്മ ഷീല. ഞാനിവിടെ 2019 ആദ്യമായിട്ട് ഞാൻ കൃപാസനത്തിൽ വരുന്നത്. ഞാൻ ഒരു നേഴ്സാണ്. ഞാൻ നേഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത്. ആ ഒരു സമയത്ത് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഒരു പുണ്യഭൂമിയാണ് ഇതെന്ന് എനിക്കറിയില്ലായിരുന്നു. എല്ലാവരുടെയും കൂട്ടത്തിൽ വന്ന് പ്രാർത്ഥിച്ച് പോവുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഞാനിവിടെ വരുന്നത്, എനിക്കൊരു പ്രതിസന്ധി നേരിട്ടപ്പോഴാണ് ഞാൻ അമ്മയെ തേടി ഇവിടെ വന്നത്. എനിക്ക് ആദ്യമേ പറയാനുള്ളത്, എനിക്ക് കിട്ടിയൊരു രോഗസൗഖ്യത്തെക്കുറിച്ചിട്ടാണ്. ഞാൻ എൻ്റെ നേഴ്സിംഗ് പഠനം കഴിഞ്ഞിരിക്കുന്ന ഒരു സമയത്ത് എൻ്റെ റൈറ്റ് ഹാൻഡിൻ്റെ ആക്സിലയിലായിട്ട് ഒരു ചെറിയ ലംബ് മാതിരി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അത്ര കാര്യമായിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഒരു 2-3 weeks ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ കുറച്ച് ഡിസ്കളറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ തുടങ്ങി. എനിക്കപ്പോൾ ഒത്തിരി പേടിയായി. ഞാനങ്ങനെ ഡോക്ടറെ കൺസൾട്ട് ചെയ്തു. ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത്, ഇത് ലിംഫോമ ആവാൻ ചാൻസ് ഉണ്ട്, നമുക്കൊന്ന് ബയോപ്സിക്ക് അയക്കാമെന്ന് പറഞ്ഞു. നേഴ്സിംഗ് പഠിച്ചത് കൊണ്ട് തന്നെ ലിംഫോമ എന്നൊരു പേര് കേട്ടപ്പോൾ തന്നെ ഞാൻ ഒത്തിരി ഭയപ്പെട്ടു. കാരണം എനിക്ക് 2 വയസ്സുള്ളപ്പോഴാണ് എൻ്റെ അച്ഛൻ ക്യാൻസർ മൂലമാണ് മരണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒത്തിരി ഭയപ്പെട്ടു. ഞാൻ വേറൊരു ഡോക്ടറെയും കൂടി കൺസൾട്ട് ചെയ്തായിരുന്നു. ആ ഡോക്ടറും പറഞ്ഞു, നമുക്ക് ബയോപ്സിക്ക് എന്തായാലും അയക്കാമെന്ന് പറഞ്ഞു.
അങ്ങനെ എനിക്ക് എക്സിഷൻ ബയോപ്സി ചെയ്തു. ഞാനങ്ങനെ ബയോപ്സിയുടെ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സമയത്താണ് ഞാൻ ആദ്യം ഓൺലൈൻ വഴിയാണ് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, എൻ്റെ ബയോപ്സിയുടെ റിസൾട്ട് നോർമലായിട്ടുള്ളൊരു റിസൾട്ടാണ് അമ്മ എനിക്ക് തരുന്നതെങ്കിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. ഡോക്ടർ എന്നോട് പറഞ്ഞത് ഒരു 2 വീക്സ് കഴിയുമ്പോഴത്തേനും റിപ്പോർട്ട് കിട്ടുമെന്നാണ്. ഞാൻ ഓൺലൈൻ ഉടമ്പടിയിലായിരുന്നപ്പോൾ തന്നെ ഞാൻ ഒത്തിരി മാതാവിനോട് പ്രാർത്ഥിച്ചു. അതേപോലെ തന്നെ ഞാൻ ഒത്തിരി സാക്ഷ്യങ്ങളൊക്കെ ആ സമയത്ത് തന്നെ ഞാൻ കേൾക്കുമായിരുന്നു. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ ബയോപ്സിയുടെ റിസൾട്ട് വന്നു. അത് ഒരു നോർമലായിട്ടുള്ളൊരു റിസൾട്ടാണ് അമ്മ എനിക്ക് തന്നത്. ഹെയർ ഫോളിക്കിളിൻ്റെ മാട്രിക്സ് സെൽസിൻ്റെ അകത്ത് ഉണ്ടാകുന്ന ഒരു അബ്നോർമൽ ഗ്രോത്ത് മാത്രമായിരുന്നു അത്. പരിശുദ്ധ അമ്മ തന്ന ഈ അനുഗ്രഹത്തിന് ഞാൻ അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ള സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ മറ്റൊരു ഒരു ക്ലേശകരമായിട്ടുള്ളൊരു സമയങ്ങളിലൂടെ കടന്നു പോവുകയായിരുന്നു. അപ്പോൾ ഞാൻ ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞാൻ ജർമ്മൻ എക്സാം എഴുതിയിട്ട്, ജർമ്മൻ പഠിക്കുന്നവരിവിടെ ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും, ഒത്തിരി ടഫായിട്ടുള്ളൊരു ലാംഗ്വേജാണ്. 4 മൊഡ്യൂളുണ്ട്. ഞാൻ എക്സാം എഴുതിയിട്ട് എനിക്ക് ആകെ 2 മൊഡ്യൂൾസ് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. എനിക്ക് റൈറ്റിങ്ങും അതേപോലെ തന്നെ സ്പീക്കിങ്ങും മാത്രം കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാൻ തുടർച്ചയായിട്ട് 6 വട്ടം എക്സാം എഴുതിയിട്ടും എനിക്ക് ബാക്കിയുള്ള 2 മൊഡ്യൂൾസും റീഡിങ്ങും അതേപോലെ തന്നെ ലിസണിങ്ങും എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. എൻ്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാവരും തന്നെ എക്സാം ക്ലിയർ ചെയ്തു. എല്ലാവരും ജർമ്മനിക്ക് പോയി. എന്നിട്ടും എൻ്റെ കാര്യത്തിൽ മാത്രം ഒത്തിരി തടസ്സങ്ങളായിരുന്നു. ഞാൻ ഒത്തിരി വിഷമിച്ചു. അവസാനം ഞാനിത് ഡ്രോപ്പ് ഔട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ എൻ്റെ ഫാമിലിയിൽ നിന്നുണ്ടായിരുന്നൊരു സപ്പോർട്ട് കൊണ്ട് ഞാൻ പിന്നെയും പ്രാർത്ഥനകളും എല്ലാം കൊണ്ട് ഞാൻ മുന്നോട്ട് പോയി. ഞാനങ്ങനെ ജനുവരി 6 2024 ഞാനങ്ങനെ ഇവിടെ വന്നു. എനിക്ക് മനസ്സിലായി എൻ്റെ കഴിവ് കൊണ്ട് എനിക്കൊരു കഴിവുമില്ല. എൻ്റെ കഴിവ് കൊണ്ട് എനിക്ക് കിട്ടില്ല എന്നുള്ളൊരു പൂർണ്ണ ബോധ്യം വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ഒരു ധ്യാനത്തിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, ഒരു വഴിയും ഇല്ലാത്തവൻ്റെ അവസാനത്തെ ഒരു വഴിയാണ് ഉടമ്പടി എന്നുള്ളത്. ഞാൻ ഓടി ഇവിടേക്കാണ് വന്നത്. അങ്ങനെ ഞാൻ ജനുവരി 6 2024 തീർത്ഥാടന ഉടമ്പടി എടുത്തു. അമ്മയോട് ഞാൻ ഇവിടെ വന്ന് എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞിട്ട് പോയി. അങ്ങനെ ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം ആ സമയത്ത് തന്നെ എനിക്ക് 2 മൊഡ്യൂളുള്ളൂ. അപ്പോൾ തന്നെ എനിക്ക് പല ഇൻ്റർവ്യൂ കോളുകളും 2 മൊഡ്യൂൾ വെച്ചിട്ട് തന്നെ പോകാൻ പറ്റുന്ന പല ഇൻ്റർവ്യൂ കോളുകളും എനിക്ക് പലയിടത്തുനിന്നും വരുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഞാൻ ഇവിടെ വന്ന് പോയതിനു ശേഷം തന്നെ എനിക്ക് സ്വപ്നത്തിൽ ഒരു സ്വപ്നദർശനം ഉണ്ടായി. അമ്മ എനിക്ക് സ്വപ്നത്തിൽ കലണ്ടറിൽ ഒരു 7 എന്നൊരു ഡേറ്റ് അമ്മ എനിക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഒരു ദിവസം ഞാൻ ഉറങ്ങാൻ കിടന്നപ്പോൾ ഉറക്കത്തിൽ ഞാൻ അമ്മയെ സ്വപ്നം കണ്ടു. അമ്മ എൻ്റെ കട്ടിലിൽ വന്നിരുന്നിട്ട് അമ്മേനെ മടിയിലിരുത്തിയേക്കാണ്. ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ അമ്മ എന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നൊരു ഇതാണ് ഞാൻ കണ്ടത്. ഞാൻ സ്വപ്നത്തിൽ തന്നെ ഒത്തിരി ഞാൻ ഒരു കോരിത്തരിച്ചാണ് ഇരുന്നിരുന്നത്. ഇപ്പോഴും എനിക്ക് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ആ ഒരു കോരിത്തെരിപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഞാനത് ഇവിടെ ഇരിക്കുന്നവർക്ക് അത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് എത്രത്തോളം ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ പല തവണയായിട്ട് അമ്മ സ്വപ്നങ്ങളിൽ കൂടി അമ്മ എന്നോട് സംസാരിക്കുന്നുണ്ടായിരുന്നു. എനിക്കോരോ വചനങ്ങൾ അമ്മ എനിക്ക് തരുന്നുണ്ടായിരുന്നു. ഞാനങ്ങനെ ഉടമ്പടിയിൽ ഉറച്ചു വിശ്വസിച്ചു. ഉടമ്പടിയിൽ പറയുന്ന കാര്യങ്ങളും നിബന്ധനകളും എല്ലാം പാലിച്ചു. ഞാനങ്ങനെ 7ാമത്തെ വട്ടം ഞാൻ ഇവിടെ വന്ന ജോസഫ് അച്ഛനെ കണ്ട് ബ്ലെസ്സിങ്സ് വാങ്ങിച്ച് ഞാൻ 7ാമത്തെ വട്ടം എക്സാം എഴുതാൻ വേണ്ടി പോയി. എക്സാം എഴുതി എക്സാമിൻ്റെ സമയത്ത് ഞാൻ നേർച്ച വസ്തുക്കളായിട്ടുള്ള ഉപ്പും തൈലവും തേനും എല്ലാം ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കാശുരൂപം എല്ലാം കൊണ്ടുമാണ് ഞാൻ എക്സാമിന് പോയത്. ഈശോനെ മാതാവിനെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ എക്സാം എഴുതി. എക്സാമിൻ്റെ റിസൾട്ട് ഒരു 2024 ഒക്ടോബർ 7 എൻ്റെ റിസൾട്ട് വരുന്നത്. റിസൾട്ട് വന്നപ്പോൾ ഇത്രയും നാളും ഞാൻ ഫെയിലായിക്കൊണ്ടിരുന്ന ആ ഒരു സബ്ജക്റ്റിന് എനിക്ക് 90% മാർക്ക് തന്ന് മാതാവ് എന്നെ പാസ്സാക്കി. അതിന് ഞാൻ പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നീട് എനിക്ക് ഇൻ്റർവ്യൂ ആണ് കിട്ടാനുണ്ടായിരുന്നത്.
ഇൻ്റർവ്യൂവിന് എനിക്ക് ഒത്തിരി തടസ്സങ്ങൾ നേരിട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ 2 മൊഡ്യൂൾസ് ഞാൻ ആദ്യം ഒരു വർഷം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ സർട്ടിഫിക്കറ്റ്. അപ്പോൾ പല ഇൻ്റർവ്യൂസ് കിട്ടുമ്പോഴും അവർ പറഞ്ഞിരുന്നത് എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ 2 എണ്ണത്തിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞു പോയി, അതുകൊണ്ട് ഇൻ്റർവ്യൂ എനിക്ക് ക്യാൻസലായി പോവുമായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഡയറക്റ്റായിട്ട് കുറേ സ്ഥലത്തേക്ക്, ജർമ്മനിയിലുള്ള സ്ഥലത്തേക്ക് ഇൻ്റർവ്യൂസിന് വേണ്ടിയിട്ട് എൻ്റെ ആപ്ലിക്കേഷൻസൊക്കെ അയക്കുമ്പോഴും എല്ലാ സ്ഥലത്തുനിന്നും എനിക്ക് റിജക്ഷൻ വന്നുകൊണ്ടിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ ഉടമ്പടിയിൽ എന്തോ ഒരു കുഴപ്പം വന്നിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ഞാനങ്ങനെ കൂടുതൽ കാരുണ്യ പ്രവർത്തികൾ തീക്ഷ്ണതയോടുകൂടി ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മാതാവായിട്ട് തന്നെ എനിക്ക് ഓസ്ട്രിയ എന്നൊരു കൺട്രി എനിക്ക് കാണിച്ചു തന്നു. ഞാനങ്ങനെ എനിക്ക് ഒരു ഓസ്ട്രിയയുടെ ഒരു ഏജൻസിയെ ഞാനങ്ങനെ കോണ്ടാക്റ്റ് ചെയ്തു. എനിക്ക് അവരായിട്ട് കോണ്ടാക്റ്റ് ചെയ്തപ്പോൾ തന്നെ അവരെനിക്ക് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻ ക്ലാസ്സുകളൊക്കെ തന്നു. അങ്ങനെ ഏപ്രിൽ 7 2025 എനിക്കൊരു ഇൻ്റർവ്യൂ ഓസ്ട്രിയയുടെ നടക്കുകയുണ്ടായി. ആ ഇൻ്റർവ്യൂവിൻ്റെ സമയത്താണെങ്കിലും ഞാൻ ഉടമ്പടി തിരി നീലയും പച്ചയും തിരിയും എൻ്റെ ഇൻ്റർവ്യൂ ഓൺലൈൻ ഇൻ്റർവ്യൂ ആണ് ഞാൻ അറ്റൻഡ് ചെയ്തത്. ഞാൻ ഇരിക്കുന്നിടത്ത് തന്നെ തിരി 2 കത്തിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ എൻ്റെ ഉടമ്പടിയുടെ നിറച്ച വസ്തുക്കളായ ഉപ്പും തൈലവും തേനും എല്ലാം ഞാൻ ഉപയോഗിച്ച് കാശുരൂപം എല്ലാം മുറുകെ പിടിച്ചുകൊണ്ടാണ് ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തത്. ഇൻ്റർവ്യൂ കഴിഞ്ഞൊരു 2 hours കഴിഞ്ഞപ്പോൾ തന്നെ അവർ സെലക്റ്റായി എന്നൊരു മെസ്സേജ് എനിക്ക് അയച്ചു. പരിശുദ്ധ അമ്മയും തിരുകുമാരനും എനിക്ക് എൻ്റെ കഴിവ് കൊണ്ട് അല്ല ഇതെനിക്ക് കിട്ടിയെന്നുള്ളൊരു പൂർണ്ണ ബോധ്യമുണ്ട്. പരിശുദ്ധ അമ്മ തന്ന ഈ അനുഗ്രഹത്തിന് ഞാൻ കോടാനുകൂടി നന്ദി പറയുന്നു. പിന്നെ ഇപ്പം ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ കയ്യിൽ എൻ്റെ വിസ അടിച്ച് വന്നിട്ടുണ്ട്. ഈ മാസം 29th നെക്സ്റ്റ് വീക്ക് ഞാൻ ഓസ്ട്രിയക്ക് പോവുകയാണ്. പിന്നെ അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് എൻ്റെ അമ്മയുടെ ഒരു സാക്ഷിയാണ്. എൻ്റെ അമ്മയ്ക്ക് യൂട്രസിൽ 2 ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിക്ക് തന്നെ അമ്മക്ക് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അമ്മയുടെ നിൽക്കാൻ പറ്റാത്ത തരത്തിലുള്ള നിൽക്കാനും ഇരിക്കാനും ഒക്കെ കഴിയാത്ത തരത്തിലുള്ള ഒരു ബ്ലീഡിങ് ആണ് അമ്മയ്ക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ ഡോക്ടർ സർജറിയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ എപ്പോൾ ഇവിടെ വരുമ്പോഴും ഞാൻ അമ്മയും കൂട്ടിയിട്ടാണ് ഇവിടെ വരാറ്. അമ്മയ്ക്ക് ഞാൻ നേർച്ച വസ്തുക്കളെല്ലാം അമ്മയുടെ വയറ്റിൽ തൈലം അമ്മയുടെ വയറ്റിൽ തൂത്ത് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അതേപോലെ തന്നെ ഉപ്പും തേനും ഞാൻ അമ്മക്ക് കഴിക്കാൻ കൊടുക്കുമായിരുന്നു. അതിൻ്റെയൊക്കെ ഫലമായിട്ട് അമ്മയ്ക്കിപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ അമ്മയുടെ ഉണ്ടായിരുന്ന ഫൈബ്രോയിഡൊക്കെ ചുരുങ്ങി ചെറിയൊരു ഇതിലേക്കായി. ബ്ലീഡിങ് എല്ലാം കംപ്ലീറ്റ് ആയിട്ട് അമ്മക്ക് നിന്നു. എൻ്റെ അമ്മയ്ക്കും നൽകിയ ഈ അനുഗ്രഹത്തെ ഓർത്ത് ഞാൻ ഈശോയ്ക്കും അമ്മ മാതാവിനും കോടാനുകോടി നന്ദി അർപ്പിക്കുന്നു. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ ചെയ്ത കാരുണ്യ പ്രവൃത്തികളെ കുറിച്ചിട്ടാണ്. ഞാൻ നേഴ്സിംഗ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വർക്ക് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ഇൻകം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ ഹസ്ബൻഡ് ജർമ്മനിയിലാണ്, അവിടെ മാസ്റ്റേഴ്സ് ചെയ്യുകയാണ്. അപ്പോൾ ഹസ്ബൻഡ് എൻ്റെ ആവശ്യങ്ങൾക്കായിട്ട് എനിക്ക് അയച്ചു തരുന്ന പൈസയിൽ നിന്നൊരു വിഹിതം എടുത്തിട്ട് ഞാൻ കാരുണ്യ പ്രവൃത്തികൾക്കായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പൊതിച്ചോറുണ്ടാക്കി കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ വീടിനടുത്ത് ഒരു കെയർ ഹോം ഉണ്ടായിരുന്നു, അവിടെ പോയിട്ട് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ നേരെ ആരാണോ ഒരു ആവശ്യമായിട്ട് വരുന്നത് അവർക്ക് വേണ്ട കാര്യങ്ങൾ എൻ്റെ കഴിവിൽ പറ്റുന്ന മാതിരി ഞാൻ ചെയ്തു കൊടുക്കുമായിരുന്നു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടെ നിന്ന് കിട്ടുന്ന പത്രം ഞാൻ പ്രാർത്ഥിച്ച് എല്ലാ പത്രത്തിൻ്റെ അകത്തും ഞാൻ തൈലം തൂത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് ഇത് അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തിക്കണേ ഈശോയെ അറിയാനായിട്ട് അവർക്ക് എല്ലാവർക്കും സാധിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കൂടുതലായിട്ടും രോഗികളുടെ ഇടയിലേക്കാണ് പത്രം കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആദ്യമൊക്കെ എനിക്ക് ഒത്തിരി അവഗണനകളെല്ലാം ഈ ആളുകളുടെ ഇടയിൽ നിന്നും വന്നിരുന്നു. പക്ഷേ എനിക്ക് പിന്നീട് മനസ്സിലായി നമുക്ക് സഹനങ്ങൾ കൂടുതൽ വരുന്നത് നമ്മൾ ഈശോയിലേക്ക് കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് എനിക്ക് മനസ്സിലായി. പിന്നീടെല്ലാം ഞാൻ വളരെ സ്നേഹത്തോടു കൂടി എത്ര അപമാനങ്ങൾ സഹിക്കേണ്ടി വന്നാലും സാരമില്ല എന്നുള്ള രീതിയിൽ എല്ലാവർക്കും സന്തോഷത്തോടു കൂടി എൻ്റെ ഈശോയെ ഞാൻ കൊടുക്കാനായിട്ട് ശ്രമിച്ചു. എല്ലാത്തിനും മാതാവിനും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാനിവിടെ നന്ദി പറഞ്ഞു. എൻ്റെ പേര് ജെയ്മോ എന്നാണ്. ഡോൺ ബോസ്കോ നോർത്ത് പറവൂരാണ് എൻ്റെ ഇടവക. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരാൻ കാരണം കൃപാസന പത്രം മൂലമാണ്.
എനിക്ക് ഒരു രോഗമുണ്ടായിരുന്നു, ഹൈ പ്രഷറായിരുന്നു എൻ്റെ രോഗം. അത് എന്തിൻ്റെ മൂലമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ലൂർദ് ഹോസ്പിറ്റലിൽ ഞാൻ പോയി ടെസ്റ്റിനായിട്ട്. അവിടുത്തെ ഡോക്ടർ എന്നോട് പറഞ്ഞു CT സ്കാൻ ചെയ്യാൻ പറഞ്ഞു. CT സ്കാൻ ചെയ്തപ്പോൾ അതിൻ്റെ റിസൾട്ടിൽ എനിക്ക് കിഡ്നിയിൽ ഒരു അഡ്രിയാൻ ഗ്രന്ഥിയിൽ ചെറിയ മുഴകളുണ്ടായിരുന്നു. അതിൻ്റെ അഭാവത്തിലാണ് എനിക്ക് ഹൈ പ്രഷറായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കൂട്ടുകാരനോട് റിസൾട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണമായിരുന്നു ഫോണിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ താഴത്തേക്ക് നോക്കിയപ്പോൾ ലൂർദ് മാതാവിൻ്റെ ഗ്രോട്ടോ അവിടെ താഴ്ത്തുന്നുണ്ടായിരുന്നു. അവിടെ ഒരു നേഴ്സ് വന്ന് പ്രാർത്ഥിച്ച് പോകുന്നുണ്ടായിരുന്നു. ഞാൻ അപ്പോൾ ഗ്രോട്ടോയിലേക്ക് നോക്കിയപ്പോൾ മാതാവ് എൻ്റെ മനസ്സിൽ തോന്നിച്ചു, നീ എൻ്റെ അടുത്തേക്ക് വാ, നിൻ്റെ രോഗം ഞാൻ മാറ്റിത്തരാം എന്ന് എൻ്റെ മനസ്സിൽ തോന്നിച്ചു. ആ സ്പോട്ടിൽ ഞാൻ അവിടുന്ന് താഴത്തേക്ക് ഇറങ്ങി. നേരെ ഞാൻ പേഷ്യൻ്റാണ്, എനിക്ക് താഴത്ത് ഇറങ്ങാൻ പാടില്ല, റൂം വിട്ടെങ്ങും പോകാൻ പാടില്ല. എന്നിരുന്നാലും എനിക്ക് എവിടെ നിന്ന് ധൈര്യം വന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ നേരെ താഴത്തേക്ക് ഇറങ്ങി പേഷ്യൻ്റെ ടാഗ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ ടാഗ് ഞാൻ മുറിക്കാൻ നോക്കി, എടുത്ത് പറിക്കാൻ നോക്കി. അതുണ്ടെങ്കിൽ എനിക്ക് താഴത്തേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അത് കാരണം മാറ്റാൻ നോക്കിയിട്ട് എനിക്ക് സാധിച്ചില്ല. ഞാൻ എൻ്റെ കൈ പോക്കറ്റിലിട്ടുണ്ട് ഞാൻ താഴത്തേക്ക് ഇറങ്ങി നേരെ ഗ്രോട്ടോൻ്റെ അടുത്തേക്ക് ചെന്നു, മാതാവിൻ്റെ അടുത്തേക്ക് വന്നു. മാതാവിൻ്റെ അടുത്ത സ്ഥലത്ത് നിന്നാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചത്, മാതാവ് ഇന്ന പോലെയാണ് റിസൾട്ടിൽ, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല എന്ന് ഞാൻ പ്രാർത്ഥിച്ചപ്പോഴേക്കും എൻ്റെ മനസ്സിൽ വലത്തെ സൈഡിലേക്ക് വരാൻ പറഞ്ഞു മാതാവ്. അങ്ങനെ വലത്തെ സൈഡിലേക്ക് ഞാൻ ചെന്നപ്പോഴേക്കും അവിടെ കൃപാസനത്തിൻ്റെ ഒരു കെട്ട് പത്രം അവിടെ ഉണ്ടായിരുന്നു ആ മാതാവിൻ്റെ അടുത്ത്. ഞാൻ അതിൽ നിന്ന് ഒരു പത്രം എടുത്തുകൊണ്ട്, അന്ന് ആദ്യമായിട്ടാണ് ആ കൃപാസനം എന്ന പത്രം ഞാൻ കാണുന്നതും അത് വായിക്കുന്നതും. ആ പത്രം ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് റൂമിൽ കൊണ്ടുപോയി. റൂമിൽ വെച്ച് അത് മുഴുവനും ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് വലിയ ആഗ്രഹം തോന്നി. അങ്ങനെയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതും ഇവിടെ വരുന്നതും. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 11/5/2024 അന്ന് തുടങ്ങി മാതാവ് എൻ്റെ ഒപ്പം ഉണ്ട്. മാതാവ് എൻ്റെ ചെറിയ ഇതും വലുതുമായിട്ടുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ സാക്ഷ്യമായിട്ട് ഇവർ രണ്ട് തമ്മിൽ 9 വർഷത്തെ ഗ്യാപ്പുണ്ട്. വളരെ ലേറ്റായിട്ടാണ് രണ്ടാമത്തെ കുഞ്ഞായത്. അത് കുറച്ച് കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. മാതാവിൻ്റെ അനുഗ്രഹത്തിൽ ഞങ്ങൾക്ക് കടങ്ങളെല്ലാം മാറിക്കഴിഞ്ഞ ശേഷമാണ് മാതാവ് രണ്ടാമത്തെ കുഞ്ഞിന് തന്നത്. മാതാവ് കുഞ്ഞിന് തന്നോടൊപ്പം തന്നെ ഞങ്ങൾക്കൊരു കാറ് വാങ്ങിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ കാറിനായിട്ട് അന്വേഷണം നടത്തിയപ്പോൾ ഫേസ്ബുക്കിലൂടെ എൻ്റെ ഭാര്യയും അതുപോലെ തന്നെ അനിയനും ഫേസ്ബുക്കിലൂടെ അന്വേഷണം നടത്തപ്പോൾ കോട്ടയം ഈരാറ്റുപേട്ടയിൽ ഒരു കാറ് കണ്ടു. ആ കാറ് രണ്ടുപേരും കണ്ടത് ഒരേ കാറ് തന്നെയാണ്. അത് മാതാവിൻ്റെ ഗ്രേ കളറിലുള്ള കാറായിരുന്നു, ഇയോൺ എന്ന് പറയുന്ന കാറായിരുന്നു. അപ്പോൾ ഞാനത് ഉറപ്പിച്ചു, എനിക്ക് അത് മാതാവ് തന്ന കാറാണ്. അങ്ങനെ ഞാനും വൈഫും കൂടി കാറ് അഡ്വാൻസ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് വൈഫിൻ്റെ സ്കൂട്ടറിലായിരുന്നു. അതാകുമ്പോൾ രണ്ടുപേരും മാറി മാറി ഓടിക്കാമെന്നുള്ള രീതിയിലായിരുന്നു പോയത്. ഞങ്ങൾ രണ്ടുപേരും മാറി മാറി ഡ്രൈവ് ചെയ്തു. ഈരാറ്റുപേട്ടയിൽ പോയി കാറ് കണ്ട് അഡ്വാൻസ് കൊടുത്ത് തിരിച്ചു പോന്നു. വീട്ടിൽ വന്ന് പിറ്റേ ദിവസം കാർഡ് വെച്ച് ടെസ്റ്റ് ചെയ്തു. അപ്പോഴാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് അറിയുന്നത്. കാർഡ് വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ പോസിറ്റീവാണ്, ഇവൾ കൺസീവ് ആയത്. അപ്പോൾ അത് ട്രാവലിങ്ങിൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ രണ്ടാമത്തെ കുട്ടി പോകേണ്ടതാണ്. അതേപോലത്തെ ഡ്രൈവിങ്ങിലായിരുന്നു ഞങ്ങൾ ഒരു ടൂറ് പോകുന്ന രീതിയിലായിരുന്നു ഞങ്ങൾ രണ്ടുപേരും പോയിക്കൊണ്ടിരുന്നത്. അത് ശരിക്കും മാതാവിൻ്റെ അനുഗ്രഹത്തിൽ ആ സംരക്ഷണത്തിൽ ഞങ്ങൾക്ക് രണ്ടാമത്തെ കുട്ടിക്ക് ഒരു കുഴപ്പം അന്ന് തുടങ്ങി ഈ നിമിഷം വരെ ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് ഡെലിവറി ടൈമിലായാലും ഒരു കുഴപ്പമില്ലാതെ ഞങ്ങൾക്ക് കിട്ടി. ഡെലിവറി ടൈമിൽ ഏപ്രിൽ 9-ാം തീയതിയായിരുന്നു ഡെലിവറി, ഓപ്പറേഷനായിരുന്നു. അന്ന് ഓപ്പറേഷനിൽ കയറ്റുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് മട്ടാഞ്ചേരി ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് എൻ്റെ പള്ളിയിൽ നിന്ന് ഒരു കെട്ട് പത്രം എനിക്ക് കിട്ടി. ആ കെട്ട് പത്രമായിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയി. എന്തായാലും ഞാൻ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്, ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അവിടെ കൊടുക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ആ ഒരു കെട്ട് പത്രമായിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി അവിടെ ചെന്ന് അപ്പോൾ 8:30 ആയപ്പോഴേക്കും ഓപ്പറേഷന് കയറ്റി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ അവിടെ നിന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞു, നിൻ്റെ കയ്യിൽ ഒരു കെട്ട് പത്രമില്ല, നീ അത് കൊടുക്കാൻ പോ എന്നും എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചു. എൻ്റെ വൈഫ് ഓപ്പറേഷന് കയറ്റിയപ്പോൾ ഞാൻ കൃപാസന പത്രമായിട്ട് മട്ടാഞ്ചേരി റോട്ടിൽ ഞാൻ കൃപാസന പത്രം കൊടുക്കാൻ പോകുന്നതായിരുന്നു. കൃപാസന പത്രം കൊടുക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ മനസ്സിൽ പറഞ്ഞു, സെക്കൻഡ് ലാസ്റ്റ് പത്രം, അവസാനത്തെ പത്രത്തിൻ്റെ മുമ്പത്തെ ടൈമിൽ
ഡെലിവറി നടക്കും എന്ന് എൻ്റെ മനസ്സിൽ തോന്നിച്ചു. അങ്ങനെ പത്രം വേഗം കൊടുക്കാൻ എനിക്ക് തോന്നി. അങ്ങനെ പത്രം മാതാവിനോട് പ്രാർത്ഥിച്ച് വേഗം കൊടുത്തു. സെക്കൻഡ് ലാസ്റ്റ് പത്രം എത്തിയപ്പോഴേക്കും അവസാനത്തെ 2 പത്രം എത്തിയപ്പോഴേക്കും എനിക്കൊരു കോൾ വന്നു. അപ്പോൾ ഞാൻ ഹെഡ്സെറ്റിൽ വെച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ കോൾ വന്നപ്പോഴേക്കും ആരാണ് വിളിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ കോൾ എടുത്തപ്പോഴേക്കും വേറൊരു ചേച്ചിയാണ് എന്നെ വിളിച്ചത്. ചേച്ചി വിളിച്ചത് ഡെലിവറി എന്തായി എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ പുറത്താണ്, എന്തായെന്നറിയില്ല എന്ന് പറഞ്ഞു. ഞാൻ ഓപ്പറേഷൻ കഴിയുമ്പോൾ റിസൾട്ട് വരുമ്പോൾ ഞാൻ അറിയിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ കോള് കട്ടായി. അത് കഴിഞ്ഞ് എൻ്റെ ആ ഒരു പത്രം 2 പത്രത്തിൽ ഒരു പത്രം ഞാൻ ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറിന് കൊടുത്തു. ആ കൊടുത്ത് കഴിഞ്ഞ് അപ്പോൾ തന്നെ അടുത്ത കോൾ എനിക്ക് വീണ്ടും വന്നു. അത് ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു. ആ ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ എൻ്റെ അനിയൻ്റെ ഭാര്യ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടനൊരു ഉണ്ണീശോ പിറന്നിട്ടുണ്ട്, ഒരു ആൺകുട്ടി പിറന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്ന് വെച്ചാൽ സെക്കൻഡ് ലാസ്റ്റ് പത്രത്തിൽ എനിക്ക് ഓപ്പറേഷൻ കഴിയും, നീ ഒരു 2ാമത്തെ കുഞ്ഞിൻ്റെ അച്ഛനാവുമെന്ന് എൻ്റെ മനസ്സിൽ തോന്നി. അതേപോലെ തന്നെ സെക്കൻഡ് ലാസ്റ്റ് പത്രത്തിൽ എനിക്ക് ആ അനുഭവം ഉണ്ടായി. ഓപ്പറേഷൻ കഴിഞ്ഞ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9:36. മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയൊരു അടയാളമായിട്ട് എനിക്ക് തന്നെ വന്ന് 9:36 ലാസ്റ്റത്തെ 6 അത് മാതാവിൻ്റെ നമ്പറാണ്. അപ്പം ഞാൻ ഉറപ്പിച്ച അത് മാതാവിൻ്റെ അനുഗ്രഹത്തിലാണ്. ഒരു കുഴപ്പമുണ്ടായില്ല. ഞാൻ ഇവിടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ എല്ലാ ദിവസവും ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കും. അതിനകത്ത് സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഓരോ കുട്ടികൾക്ക് ഉദരത്തിൽ വെച്ച് തന്നെ ഓരോ പ്രോബ്ലമാണ് ഞാൻ കേട്ടുകൊണ്ടിരിക്കുക. അപ്പോഴും എൻ്റെ വൈഫ് ഡെലിവറി ആയിപ്പോൾ പോസിറ്റീവായ അന്ന് തുടങ്ങി ഞാൻ ടെൻഷനാണ്. ഓരോ ചെക്കപ്പിനും ഞാൻ ഡോക്ടറിനോട് ചോദിക്കും. അപ്പം അന്നേരത്ത് ഓരോ ചെക്കപ്പിന് ചെല്ലുമ്പോൾ ഞാൻ ഓരോ നമ്പറുകൾ ശ്രദ്ധിക്കും. അതെല്ലാം മാതാവിൻ്റെ നമ്പറുകൾ 7, 8, 6 അതൊക്കെ എനിക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ റിസൾട്ടിൽ അതെല്ലാം പോസിറ്റീവാണ്, ഒരു കുഴപ്പമില്ല. ഡോക്ടറിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഒരു കുഴപ്പമില്ല, എല്ലാം ഓക്കെ. ഡെലിവറി വരെ എത്തി, ഒരു കുഴപ്പമില്ല. അവസാനത്തെ ആ പത്രം, ഹോസ്പിറ്റലിലെ അവസാനത്തെ പത്രം ഞാൻ അത് കൊടുത്തില്ല. ഞാൻ തിരിച്ച് ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴേക്കും അവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി പത്രം കണ്ടപ്പോൾ, മോനെ ആ പത്രം എനിക്ക് തന്നേക്കെന്ന് പറഞ്ഞു. ഞാൻ ആ ചേച്ചിയായി കൊടുത്തു. അങ്ങനെ ഈ നിമിഷം വരെ എൻ്റെ ഇവാൻ എന്നാണ് പേര്. ഈ നിമിഷം വരെ 9 മാസം എത്തിയിട്ടുള്ളൂ. ഇപ്പോൾ അവൻ തമ്പോ, അമ്മയെന്ന് വിളിക്കൂല, പക്ഷേ തമ്പോന്ന് വിളിക്കും. തമ്പോന്ന് വിളിക്കും, നന്നായിട്ട് വിളിക്കും. അത് മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹത്തിലാണ് എനിക്ക് 9 മാസമായിട്ട് ഒരു കുഴപ്പമില്ലാതെ കിട്ടിയ ഈ അനുഗ്രഹത്തിന് ഞാൻ മാതാവിനോട്, ഈശോയ്ക്ക് നന്ദി പറയുന്നു. എൻ്റെ 2ാമത്തെ സാക്ഷ്യം, എൻ്റെ മകൾ, ഞാൻ ഒരു ദിവസം പണിക്ക് പോയി വൈകുന്നേരമായപ്പോൾ എൻ്റെ വൈഫ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മൂത്ത മകൾ നല്ല കരച്ചിലാണ്, വേദന എന്ന് വെച്ചാൽ മോശം പോകാതെ ഭയങ്കര 2-3 ദിവസമായിട്ടും മോശം പോയിട്ടില്ല. അപ്പോൾ അത് കാരണം പോകാതെ വന്നപ്പോഴേക്കും ഭയങ്കര വേദന വരുന്നു, ഭയങ്കര കരച്ചിലാണെന്ന് പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ അന്ന് രാവിലെ ഞാൻ പള്ളിയിൽ പോയപ്പോൾ ഒരു കെട്ട് പത്രം എനിക്ക് കിട്ടിയിരുന്നു. ആ പത്രമായിട്ടാണ് ഞാൻ പണിക്ക് പോയി. വൈകുന്നേരം എനിക്ക് രാവിലെ കൊടുക്കാൻ പറ്റിയില്ല, വൈകിട്ട് വർക്ക് കഴിഞ്ഞപ്പോൾ കൊടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ പത്രം കൊണ്ടുപോയി. അന്ന് എനിക്ക് ഒരു ഹൗസ് വാമിങ് ഒരു പരിപാടി ഉണ്ടായിരുന്നു. ആ ഹൗസ് വാമിങ്ങിന് 6 മണിക്കാണ് ഹൗസ് വാമിങ്. എൻ്റെ 5 മണിക്ക്, ഞാൻ മെയ്സൺ വർക്കാണ്, കൺസ്ട്രക്ഷൻ വർക്കിൽ മെയ്സനാണ്. 5 മണിക്ക് എൻ്റെ വർക്ക് കഴിഞ്ഞു. അപ്പം ഞാൻ നോക്കിയപ്പോൾ 5:30, 6 മണി, ഒരു അരമണിക്കൂർ എനിക്ക് ഗ്യാപ്പുണ്ട്. ആ ടൈമിൽ ഞാൻ പത്രം കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ പത്രം കൊടുത്തു. ഒരു 10 മിനിറ്റ് എനിക്ക് ഞാൻ എടുത്തുള്ളൂ. അങ്കമാലി LF ഹോസ്പിറ്റലിൽ ഞാൻ പത്രം കൊടുത്തു. 10 മിനിറ്റ് കൊണ്ട് എനിക്ക് മാതാവിനോട് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ കൊടുത്തപ്പോഴേക്കും 10 മിനിറ്റ് കൊണ്ട് എനിക്ക് ആ പത്രം കൊടുത്ത് തീർത്ത് എനിക്ക് സുഖമായിട്ട് ആ ഫംഗ്ഷന് കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് വൈഫ് എന്നെ വിളിച്ചത്. ഇന്ന പോലെ കരച്ചിലാണ്, എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് വേഗം വാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞ്, നീ തിരുനടയിൽ, അവിടെ എൻ്റെ നടയിൽ ഞാൻ ഉപ്പ് വെച്ചിട്ടുണ്ട്, കൃപാസന മാതാവിൻ്റെ ഉപ്പ് വെച്ചിട്ടുണ്ട്. ആ ഉപ്പ് ഞാൻ പറഞ്ഞ് ഉപ്പെടുത്ത് ഇത്തിരി വെള്ളത്തിൽ കലക്കി വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് നീ കൊടുക്ക് എന്ന് പറഞ്ഞ് അങ്ങനെ കൊടുത്ത് കഴിഞ്ഞ് പിന്നെ ഒരു കോളും വന്നില്ല. ഞാൻ തിരിച്ച് 7:30 വീട്ടിൽ വന്നപ്പോൾ, 7:30-8 മണിയായി വീട്ടിൽ വന്നപ്പോൾ. അതുവരെ ഞാൻ കോള് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കണതാണ്. ഹെഡ്സെറ്റ് ഞാൻ വെച്ചുകൊണ്ടാണ് ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടത്. അതിലൊന്നും ഒരു കോളും വന്നില്ല. അപ്പോൾ എന്താണെന്ന് വിചാരിച്ച് ഞാൻ ആകെ ടെൻഷനായിട്ടാണ് ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ ആദ്യം ചോദിച്ചത് എൻ്റെ മകൾ അവളെന്ത് എടുക്കണമെന്ന് വെച്ച്. അപ്പോൾ അവൾ ഉറക്കമാണെന്ന് പറഞ്ഞു. ഉറക്കമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായി. എന്ന് വെച്ചാൽ മാതാവാണ് അവളെ ഉറക്കിയേക്കണത്, മാതാവിൻ്റെ മടിയിലേക്ക് കിടന്നാണ് അവൾ ഉറങ്ങിയേക്കണത് എന്ന് എനിക്ക് ആശ്വാസമായി. എന്ന് വെച്ചാൽ ഞാൻ സാക്ഷ്യങ്ങൾ കേൾക്കുന്നുണ്ട്. സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ അതിൽ മാതാവിൻ്റെ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമ്പോൾ ഒരു ഉറക്കം വരും. മാതാവ് ഉറക്കുന്നതാണ്, അത് വലിയൊരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ടാണ്. അങ്ങനെ മാതാവ് ഉറക്കി.
അപ്പോൾ ഞാൻ പറഞ്ഞു ആശ്വാസമായി എനിക്ക്. ഞാൻ അങ്ങനെ ഇരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ചായ കുടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പെട്ടെന്ന് എൻ്റെ മകൾ ചാടി എന്നിട്ട് പറഞ്ഞു എനിക്ക് ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ പോയി. ഞാൻ വരും. ഞാൻ പിന്നെ കാണുന്നത് എൻ്റെ മകൾ ചിരിച്ചുകൊണ്ടുള്ളൊരു നല്ലൊരു മുഖമായിട്ട്. ആ 3 ദിവസം എത്തിയിട്ട് പോകാത്ത ആ മോഷൻ അന്ന് ആ ഉപ്പ് കൊടുത്ത് മാതാവ് അനുഗ്രഹിച്ച് ആ ചിരിച്ച മുഖം കൊണ്ട് പിന്നെ ഇതുവരെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. മാതാവിൻ്റെ വലിയൊരു അനുഗ്രഹത്തിൽ അതിനും ഞാൻ മാതാവിനോട് നന്ദി പറയുന്നു. പിന്നെ മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ മകൾ കന്നഡ സോങ്ങിൽ കലോത്സവത്തിൽ കന്നഡ സോങ്ങിൽ മലയാളം പോലും ശരിക്കും വശമില്ലാത്ത എൻ്റെ മകൾ കന്നഡ സോങ് അതിൽ A ഗ്രേഡ് മേടിച്ചത്. അത് 3 വിദ്യാർത്ഥികൾ 3 വേറെ വിദ്യാർത്ഥികൾ 3ഉം ഇവൾ പാടാൻ ഏത് പാട്ടാണ് കന്നഡ പാട്ടിൽ ഏത് പാട്ടാണോ പാടാൻ ഉദ്ദേശിച്ചത് ആ പാട്ട് തന്നെ വേറെ 3 കുട്ടികളും പാടി. അത് എൻ്റെ മകൾ പാടിയതിനേക്കാളും നന്നായിട്ട് തന്നെയാണ് അവരും പാടിയത്. നല്ല പാട്ടായിരുന്നു അവർ പാടിയത്. ആ പാട്ട് കേട്ടപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞു നമുക്ക് പോകാം, ഇവിടെ നിൽക്കണ്ട എന്ന് വെച്ചാൽ നിന്നിട്ട് കാര്യമില്ല. അതേപോലത്തെ പാട്ടായിരുന്നു. ഇവളേക്കാളും നന്ന രീതിയിലാണ് അവർ പ്രസൻറ്റ് ചെയ്തത്. അങ്ങനെ 3ാമത്തെ പാട്ടും പാടി. ഇവൾ 2ാമത്തായിരുന്നു. ഇവൾ പാട്ട് പാടി കഴിഞ്ഞപ്പോഴേക്കും അടുത്ത സോങ് പിന്നത്തെ ആൾ വേറെ പെങ്കൊച്ച് ഈ പാട്ട് തന്നെയാണ് പാടിയത്. അപ്പോൾ ആ പാട്ട് പാടി തുടങ്ങിയപ്പോഴേക്ക് തന്നെ ഞാൻ പറഞ്ഞു നമുക്ക് ഇവിടെ നിൽക്കണ്ട പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ ടീച്ചറിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ടീച്ചറെ പോയിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ ടീച്ചർ പോയിക്കോളാൻ പറഞ്ഞു. റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ വൈകിട്ട് അറിയിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കന്നഡ പദ്യം ചെല്ലാൻ പോകണേക്ക് മുമ്പ് ഞാൻ മാതാവിൻ്റെ തൈലം ഞാൻ നെറ്റിയിൽ വെച്ച് കുരിശ് വരച്ച് പ്രാർത്ഥിച്ചിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഉപ്പ് കുറച്ചെടുത്ത് ഇവളുടെ ഡ്രസ്സിൻ്റെ പോക്കറ്റിലും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് തന്നെ. ഇറങ്ങി അത് ഇവിടെ വന്ന് പ്രസൻറ്റ് ചെയ്തു. ടീച്ചറിൻ്റെ അടുത്ത് ചോദിച്ചു ടീച്ചർ പോയിക്കൊള്ളാൻ പറഞ്ഞു. പക്ഷെ മാതാവിൻ്റെ നോട്ട് മൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എന്ന് പറയുന്ന ആ വലിയൊരു അനുഗ്രഹത്തിൽ മാതാവിൻ്റെ സാന്നിധ്യത്തിൽ എൻ്റെ മകൾക്ക് A ഗ്രേഡ് കിട്ടി. A ഗ്രേഡ് കിട്ടിയ എൻ്റെ സർട്ടിഫിക്കറ്റാണിത്. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് കിട്ടാൻ ഞാൻ പത്രം ഇവിടെ വരുമ്പോഴെല്ലാം ഞാൻ 3 മാസം കൂടുമ്പോൾ പുതുക്കുമ്പോൾ എനിക്ക് 3 കെട്ട് പത്രം കിട്ടും. അതുകൂടാതെ എനിക്ക് ഓരോ പള്ളികളിൽ ഞാൻ ചെല്ലുമ്പോൾ എനിക്ക് അവിടെ നിന്നൊക്കെ പത്രങ്ങൾ കിട്ടും. ചിലവർക്ക് കൊടുക്കാൻ പറ്റാത്ത പത്രങ്ങൾ വരെ ഞാൻ എൻ്റെ അടുത്ത് തന്നേൽപ്പിച്ചിട്ടുണ്ട്. ഞാൻ അത് പത്രം മറ്റുള്ളവർക്ക് എത്തിക്കേണ്ട സ്ഥലത്ത് അത് ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കും, മാതാവേ എവിടെയാണ് കൊടുക്കേണ്ടത്. അത് ഞാൻ എൻ്റെ കുടുംബ പ്രാർത്ഥന എത്തിക്കുമ്പോൾ ആ പത്രം ഞാൻ എൻ്റെ മുമ്പിൽ വെക്കും. ആ ഒരു കെട്ട് എൻ്റെ മുമ്പിൽ വെച്ചിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കും, എവിടെയാണ് നീ ആഗ്രഹിക്കുന്നത്. മാതാവ് എനിക്ക് കാണിച്ചു തരും ഇന്ന പള്ളി അല്ലെങ്കിൽ ഇന്ന സ്ഥലം, ഓട്ടോറിക്ഷ സ്റ്റാൻഡുകൾ അങ്ങനെ കാണിച്ചു തന്നിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഓരോ സ്ഥലത്ത് ഞാൻ ജോലിക്ക് പോകുമ്പോൾ പത്രം കൊടുത്തിട്ടാണ് ഞാൻ രാത്രി 8-9 മണിയൊക്കെ വീട്ടിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ പത്രം കൊടുത്ത് തീർത്തിട്ടേ ഞാൻ തിരിച്ച് വീട്ടിൽ വരാറുള്ളൂ. ഇവിടുന്ന് കിട്ടിയ കുടുംബത്തിൽ തൈലം വെച്ച് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് അങ്ങനെ പ്രാർത്ഥിച്ച് ആ തൈലം കൊണ്ട് പ്രാർത്ഥിച്ച് ഞാൻ ഒരു ദിവസം നോക്കിയപ്പോൾ ആ പത്രത്തിൻ്റെ തൈലം എവിടെ വെച്ചാണ് പ്രാർത്ഥിച്ചേക്കുന്നത് അവിടെ വെച്ച് എനിക്കൊരു ലവ് ചിഹ്നമായിട്ടാണ് ഞാൻ കാണപ്പെട്ടത്. ആ തൈലം ആ കുരിശ് വരച്ചത് കുരിശാകൃതിയിലാണ് ഞാൻ വരച്ചത്. പക്ഷേ ഞാൻ അത് പിന്നീട് നോക്കുമ്പോൾ അതൊരു ലവ് ചിഹ്നമായിട്ട് മാറി. അത് മാതാവിൻ്റെ അത് മൊബൈലിൽ ഫോട്ടോ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മെഴുകുതിരിയിൽ മെഴുകുതിരിയിൽ എല്ലാ ദിവസവും ഞാൻ കാണും മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ. ഇവരും കണ്ടിട്ടുണ്ട് ഒരുപാട്. പിന്നെ ആദ്യമായിട്ട് എനിക്ക് മാതാവിൻ്റെ മെഴുകുതിരിയിൽ കണ്ടത് മാതാവ് ഒരു 3 പേരെ ചേർത്ത് പിടിക്കുന്ന മെഴുക് ഉരുകിയിട്ട് മാതാവ് ചേർത്ത് പിടിക്കുന്ന ഒരു ഇതായിട്ടാണ് ഞാൻ എൻ്റെ മെഴുകുതിരിയിൽ കണ്ടത്. അത് എൻ്റെ വാട്സപ്പിൽ ഇതായിട്ട് ഇട്ടേക്കണം, പ്രൊഫൈലായിട്ട് ഇട്ടുണ്ട് ആ ഫോട്ടോ. ശരിക്കും ഒരു മാതാവ് വന്ന് 3 പേരെ ചേർത്ത് പിടിക്കണത്. അങ്ങനെ മാതാവിൻ്റെ പ്രസൻസ്. പിന്നെ മുല്ലപ്പൂ അത് 2-3 പ്രാവശ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ എൻ്റെ വീട്ടിൽ നടയിൽ ഒരു സീരിയസായിട്ട് ഞാൻ ഒരു ഭംഗിക്ക് ഞാൻ സീരിയസായിട്ട് ഞാൻ ഇട്ടു നടയിൽ. ആ നടയിൽ സീരിയസായിട്ട് 4 കളറുണ്ട്, ചുമപ്പ്, മഞ്ഞ, നീല, പച്ച. അതിൽ ഞാൻ ഉടമ്പടിയിലാണെങ്കിൽ അതിനകത്ത് പച്ചയും നീലയും മാത്രമേ കത്തുള്ളൂ. ബാക്കി ചുമപ്പും മഞ്ഞയും സ്റ്റോപ്പാവും, കത്തില്ല. എന്ന് വെച്ചാൽ ഞാൻ അത് ഉടമ്പടി എടുത്ത് ശ്രദ്ധിച്ച് കഴിയുമ്പോഴേക്കും എന്താണ് ഇതിൻ്റെ കളർ മാറിയത്, ഇനി വല്ല വയറിൻ്റെ വല്ല പ്രശ്നമാണോ എന്നൊക്കെ ഞാൻ അതറിയാൻ വേണ്ടി അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ ഒന്നും എനിക്ക് പിടിയിട്ടല്ല. പിന്നെ ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോൾ എൻ്റെ നടയിൽ പച്ചത്തിരിയും നീലത്തിരിയും ഞാൻ
കുത്തി വെച്ചിട്ടുണ്ട് നടയിൽ. അപ്പോൾ തിരികളിലേക്ക് നോക്കിയപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്, അതിനകത്ത് തിരികളുടെ കളറാണ് സീരിയൽ സെറ്റിന് വന്നിരിക്കുന്നത്. അത് പച്ചയും നീലയും കളറായിട്ട്. ഞാൻ ഉടമ്പടിയിലല്ലെങ്കിൽ അത് വേറെ മഞ്ഞ അല്ലെങ്കിൽ ചുവപ്പ് ആ ലൈറ്റുകൾ കത്തും. പിന്നെ ഇപ്പോഴും എനിക്ക് പച്ചയും നീലയും ആ കളറ് മാത്രമായിട്ടാണ് ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കത്താൻ തുടങ്ങിയത് ഡിസംബർ 7-ാം തീയതി മാതാവിൻ്റെ പ്രത്യക്ഷീകരണ തിരുനാൾ ഇവിടെ ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് വരണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ അടുത്ത് മാതാവ് പറഞ്ഞു, നീ ഇവിടെ വരണ്ട, നീ കുറച്ച് പേർക്ക് പൊതിച്ചോറ് കൊടുക്കുക എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ്. അതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ വീടിൻ്റെ അയൽവക്കക്കാരുടെ അടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ അവരെല്ലാവരും തരാമെന്ന് പറഞ്ഞു. അങ്ങനെ സഹകരിച്ച് എനിക്ക് പൊതിച്ചോറ് തന്നു. പൊതിച്ചോറ് ഞാൻ തിരുനടയിൽ, ആ നടയിൽ എൻ്റെ വീടിലെ നടയുടെ താഴെ ഞാൻ പൊതിച്ചോറുകൾ വെച്ച് ഉപ്പിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന, മുട്ടുമ്മ ചെന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അതിനകത്ത് തൈലം വെച്ച് ഞാൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഇതിന് നിൻ്റെ ഒരു പ്രസൻസ് എനിക്ക് കാണണം എന്ന് പറഞ്ഞു. ഞാൻ ആ പൊതിച്ചോറ് എണ്ണി നോക്കിയപ്പോൾ 27 എന്നാണ് എനിക്ക് ആ 27 പൊതിച്ചോറ് എനിക്ക് കിട്ടി. ആ 27 എന്ന് പറഞ്ഞാൽ 7 മാതാവിൻ്റെ നമ്പറാണ്. അന്നത്തെ ദിവസത്തിൻ്റെ ഡേറ്റ് 7-ാം തീയതിയായിരുന്നു. അങ്ങനെ എനിക്ക് മാതാവിൻ്റെ ആ പ്രസൻസ് കിട്ടി. ആ പൊതിച്ചോറ് ഞാൻ 2 കിറ്റുകളിലാക്കി. ആ സമയത്തൊക്കെ 4 കളർ കത്തുണ്ടായിരുന്നു. സീരിയൽ സെറ്റിൽ 4 കളറും കത്തുണ്ടായിരുന്നു ആ സമയത്ത്. അന്നേരത്ത് ഞാൻ ഇത്തിരി ഉഴപ്പി അത് ആ സീരിയൽ സെറ്റിൽ ശരിക്കും അറിയാൻ പറ്റി. എന്ന് വെച്ചാൽ 4 കളറും നന്നായിട്ട് കത്തുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് പൊതിച്ചോറ് കൊടുക്കാൻ നേരത്തെ അത് മാറും എന്ന് എൻ്റെ മനസ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ആ പൊതിച്ചോറ് 2 കിറ്റിലാക്കി എൻ്റെ വീടിൻ്റെ കട്ടിളപ്പടി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ബാക്കോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ആ സീരിയൽ സെറ്റിൽ 2 ലൈറ്റും സ്റ്റോപ്പായി. പച്ചയും നീലയും മാത്രമേ ഇപ്പോൾ കത്തുന്നുള്ളൂ. അത് ഞാൻ ഇവിടെ കാണിച്ചായിരുന്നു ആ വീഡിയോ. അത് ഇതുവരെ ഞാൻ സാക്ഷ്യത്തിലൊന്നും കേട്ടിട്ടില്ല. സീരിയൽ സെറ്റുകളിൽ അല്ലെങ്കിൽ ഒരു ലൈറ്റിൽ ഇതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രസൻസ് ഒന്നും ഉണ്ടായത് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും സാക്ഷ്യങ്ങൾ കേൾക്കുന്ന. ജോലിക്ക് പോകുമ്പോൾ ഹെഡ്സെറ്റിൽ ഞാൻ എൻ്റെ സാക്ഷ്യം ഞാൻ കേട്ടുകൊണ്ടാണ് ഞാൻ ജോലി സ്ഥലം വരെ പോകുന്നത്. അത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴും അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ കേട്ടെങ്കിൽ ഒരു ദിവസം സാക്ഷ്യം കേട്ടില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല. അതേപോലെ ഒരു ദിവസം എത്രയെണ്ണോ അന്നോ ഞാൻ എണ്ണി നോക്കിയാറില്ല. അതുപോലെ തന്നെ പത്രങ്ങൾ, ഇവിടുന്ന് കിട്ടുന്ന പത്രങ്ങളും എനിക്ക് പുറത്തുനിന്ന് കിട്ടുന്ന പത്രങ്ങളും എത്രയെണ്ണോ ഇതുവരെ എനിക്ക് അറിയില്ല എത്ര പത്രങ്ങളുണ്ടെന്ന്. എന്ന് വെച്ചാൽ ഞാൻ എണ്ണി നോക്കി നമ്മൾ പത്രം കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് തരുന്ന ആ പത്രങ്ങൾ അത് എത്ര എണ്ണമാണോ, ഞാൻ ഇനി 2 കൂടി ഉള്ളല്ലോ, അന്ന് അവസാനം മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതുവരെ എനിക്ക് മനസ്സിലാവില്ല എത്ര എണ്ണം ഉണ്ടെന്ന്. അങ്ങനെയാണ് ഞാൻ പത്രം കൊടുക്കുന്നത്. അത് ഓട്ടോ സ്റ്റാൻഡുകളിൽ ഞാൻ പത്രം കൊടുക്കാറുണ്ട്. ഗവൺമെൻറ് ആശുപത്രിയിൽ ഞാൻ കൊടുക്കാറില്ല. എന്ന് വെച്ചാൽ ഗവൺമെൻറ് ആശുപത്രി രോഗികളെ സന്ദർശിക്കാൻ ചെല്ലുമ്പോൾ അവിടെ ചോറും പാത്രങ്ങളും കരിപ്പാത്രങ്ങളൊക്കെ വെക്കുന്നത് ഈ കൃപാസന പത്രത്തിൻ്റെ മുകളിലായിട്ടാണ് വെക്കുന്നത്. അങ്ങനെ ഞാൻ കണ്ടപ്പോൾ അന്ന് തുടങ്ങി ഞാൻ ഗവൺമെൻറ് ആശുപത്രി പത്രം കൊടുക്കാൻ പോകാറില്ല. അത് പിന്നെ ഗവൺമെൻറ് ആശുപത്രിയിൽ തുടക്കാൻ ഉപയോഗിക്കുന്നത്, ഒരു ചോറും പറ്റി കറിയൊക്കെ താഴ്ത്ത് വീണ് കഴിഞ്ഞാൽ തുടക്കാൻ ഉപയോഗിക്കുന്നത് ആ പത്രം വെച്ചാണ്. അത് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് സഹിക്കില്ല. അത് ഞാൻ പറഞ്ഞ്, ചേച്ചി ആ ഒരു ദിവസം ഞാൻ ഹോസ്പിറ്റലിൻ്റെ പേര് ഞാൻ പറയാനില്ല, ഒരു ഹോസ്പിറ്റലിൽ ഞാൻ ചെന്നപ്പോൾ പത്രം അവിടെ വെറുതെ അട്ടിയിട്ട് വെച്ചങ്ങനെയാണ്. 2018 തുടങ്ങിയുള്ള പത്രങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ആ പത്രം ആ ചേച്ചി എന്താവശ്യത്തിന് ഒരു മരുന്നിൻ്റെ ട്രേ ആണ്, എന്താവശ്യത്തിന് തുറന്നപ്പോൾ ഞാൻ കണ്ടപ്പോൾ 2018 തുടങ്ങിയുള്ള പത്രങ്ങൾ അതിൻ്റെ ഉള്ളിലിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു ആ പത്രങ്ങളൊക്കെ എടുത്തോളാൻ പറഞ്ഞു. ആ പത്രങ്ങളെടുത്ത് ഞാൻ ഓരോ അർഹതപ്പെട്ടവരുടെ കയ്യിൽ തന്നെ അത് എത്തിച്ചു. അങ്ങനെ പ്രേക്ഷക പ്രവർത്തനങ്ങൾ, പിന്നെ കാരുണ്യ പ്രവർത്തനങ്ങൾ എനിക്ക് ആരാന്നൊന്നും നോക്കുന്നില്ല. എന്ന് വെച്ചാൽ രാവിലെ ഞാൻ പണിക്ക് പോകുമ്പോൾ ആരെങ്കിലും എൻ്റെ മുമ്പിൽ കൈനീട്ടുകയാണെങ്കിൽ ഒരു ലിഫ്റ്റായിട്ടാണെങ്കിലും പോലും ഞാൻ എൻ്റെ വണ്ടിയിൽ കയറ്റി അവരെ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിച്ചിട്ടേ ഞാൻ ജോലിക്ക് പോകാറുള്ളൂ. അതുപോലെ തന്നെ പിന്നെ 3 അനാഥാലയങ്ങളുണ്ട്. ഒരു 2 വൃദ്ധമന്ദിരം, ഒരു സുഖമില്ലാത്ത താമസിക്കുന്ന കുറച്ച് ആൺപിള്ളേർ താമസിക്കുന്ന ഒരു സ്ഥലമുണ്ട്, 10-20 പേര്. അവിടെ ഞാൻ വൈകിട്ട് ചായക്ക് വേണ്ടി അവർക്ക് കൊടുക്കാറുണ്ട്. ഓരോ മാസത്തിൽ 3 സ്ഥലത്തും ഞാൻ ഒരുമിച്ച് ചെയ്യാറുണ്ട്. അവർക്ക് ചായക്കുള്ള ഒരു വക ഞാൻ അവിടെ കൊടുക്കാറുണ്ട്. അവരായിട്ട് കുറേ നേരം സംസാരിക്കാറുണ്ട്. അവരെല്ലാവരും ഞാൻ ചെല്ലുന്നത് നോക്കിയിരിക്കും. എന്നെ കണ്ട അപ്പം തന്നെ അവർ ഭയങ്കര സന്തോഷത്തോടെ എന്നെ സ്വീകരിക്കും. എൻ്റെ വണ്ടി പുറത്തുനിന്ന് വരുമ്പോൾ തന്നെ ഗേറ്റ് തുറന്ന് തരും. എനിക്ക് അത്രയും സ്നേഹത്തോടെ എനിക്ക് ഭയങ്കര സ്നേഹം തരുന്നുണ്ട്. അതുപോലെ തന്നെ
ഉപവാസം എടുക്കുന്നത്. ആഴ്ചയിൽ ഞാൻ 2 ദിവസം ഉപവസിക്കും, അതും ബുധനാഴ്ചയും ശനിയാഴ്ചയും മാതാവിൻ്റെ ദിവസം. അന്നേരത്തെ ഞാൻ 11 മണി തുടങ്ങി 3 മണി വരെ ഉപവാസം ആയിരിക്കുള്ളൂ. ഞാൻ ഭക്ഷണമൊന്നും കഴിക്കാറില്ല മാതാവിന് വേണ്ടി. ആ ദിവസം 2 ദിവസം 3 പേർക്ക് ഞാൻ ഭക്ഷണം മേടിച്ച് കൊടുത്തിട്ടാണ് അന്നത്തെ ദിവസം. ഇന്ന് ഞാൻ ബുധനാഴ്ച, ഇന്ന് ഞാൻ ഉപവാസത്തിലാണ്. എന്ന് വെച്ചാൽ 3 പേർക്ക് രാവിലെ ഭക്ഷണം മേടിച്ച് കൊടുത്ത്, രാവിലത്തെ പ്രഭാത ഭക്ഷണം മേടിച്ച് കൊടുത്തിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതുപോലെ ശനിയാഴ്ചയും അതുപോലെ കാരുണ്യപ്രവർത്തകർ ഞാൻ എൻ്റെ ഒരു ഇതിന് ഞാൻ എടുത്ത് പറയുന്നതല്ല, ഞാൻ ഇവിടെ കാരുണ്യപ്രവർത്തകർ ചെയ്യുന്നത് പറയണം എന്നുള്ള ആ രീതിയിൽ ചെയ്യാൻ, മറ്റുള്ളവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. അല്ലാതെ എൻ്റെ അഹങ്കാരത്തിന് ഞാൻ പറഞ്ഞതല്ല, ഞാൻ ഇന്നത് ചെയ്തു, ഒരു ഇടത്തെ കൈ ചെയ്യുന്നത് വലത്തെ കൈ അറിയരുത് എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്നാലും ഞാൻ പറയുന്നതാണ്, ഞാൻ ഉപവസിക്കുമ്പോൾ മറ്റുള്ളവർക്ക് എൻ്റെ ആഹാരത്തിൽ നിന്ന് ഒരു പങ്ക് ഞാൻ അവർക്ക് കൊടുത്തിട്ടാണ് ഞാൻ ഉപവസിക്കുന്നത്. ഞായറാഴ്ച ദിവസം രാവിലെ പള്ളിയിൽ പോയി വന്ന് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഭക്ഷണം വാങ്ങിക്കാനോ എടുക്കാനോ. എൻ്റെ വീടിൻ്റെ അടുത്ത് 2 രോഗികളുണ്ട്. ഒരു ക്യാൻസർ രോഗിയുണ്ട്, ഒരു കണ്ണ് കാണാൻ പറ്റാത്ത ഒരു അമ്മയുണ്ട്. അവരെ ചെന്ന് കണ്ട് അവരായിട്ട് സംസാരിച്ച്, ആ കണ്ണിൽ തൈലം വെച്ച് പ്രാർത്ഥിച്ച്, അവരായിട്ട് കുറച്ച് നേരം നിന്ന് വർത്താനം പറഞ്ഞ്, പിന്നെ ക്യാൻസർ ഒരു അമ്മയുണ്ട്, ആ അമ്മയായിട്ട് സംസാരിച്ച് സുഖമാണ് എന്ന എല്ലാ കാര്യവിശേഷങ്ങളും ചോദിച്ച് അതിന് ശേഷമാണ് ഞാൻ എൻ്റെ വീട്ടിൽ വന്ന് ഭക്ഷണം കഴിക്കാറ്. പിന്നെ ആത്മീയമായിട്ട് ഞാൻ ഞായറാഴ്ച ദിവസമാണ് ഞാൻ പള്ളിയിൽ പോകാറ്. ആകെ ഈ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ്, ഉടമ്പടി എടുത്തതിന് ശേഷം ഇപ്പം എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകും. എനിക്ക് എൻ്റെ ഇടവകയിൽ രാവിലെ പള്ളിയിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ ഏതെങ്കിലും ഞാൻ വർക്ക് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു പള്ളിയിൽ വെച്ച് കുർബാന കൂടിയിട്ട് ഞാൻ വീട്ടിലേക്ക് വരുള്ളൂ. അല്ലെങ്കിൽ അതും പറ്റിയില്ലെങ്കിൽ ഞാൻ യൂട്യൂബിലെങ്കിലും കുർബാന കണ്ടിട്ട് ഞാൻ അന്നത്തെ ദിവസം, എനിക്ക് കുർബാന കൂടിയില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ്. അതുപോലെ കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ 2 ആഴ്ച കൂടും, അതിനുള്ളിലെങ്കിലും ഞാൻ കുമ്പസാരിച്ചിരിക്കും. 2 ആഴ്ച ആകില്ല, അതിന് മുമ്പ് തന്നെ ഞാൻ കുമ്പസാരിച്ചിരിക്കും. എൻ്റെ പള്ളിയിൽ എല്ലാ ദിവസവും കുമ്പസാരമുണ്ട്. അത് കാരണം എനിക്ക് കുമ്പസാരിക്കാൻ ഒട്ടും മടിയില്ല. ആ കുമ്പസാരിക്കാൻ ആ സിറ്റുവേഷൻ ആണെങ്കിൽ ഞാൻ കുമ്പസാരിച്ചിരിക്കും. ഇത്രയും നല്ല ഇത്രയും ഒരുപാട് അനുഗ്രഹങ്ങൾ ഇനിയുണ്ട് പറയാൻ. സമയപരിധിയും അതുപോലെ തന്നെ ഓർമ്മയിലും നിൽക്കുന്നില്ല, ഒരുപാടുണ്ട് പറയാൻ. ചെറുതും വലുതുമായ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ഈശോയിൽ നിന്ന് നമ്മുടെ മാതാവ് മേടിച്ച് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും മാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞു. പിന്നെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും അത് മുട്ടുമ്പിൽ നിന്ന് ഞാൻ കൂടും. ഡെയിലി ബ്രെഡ്, അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് അത് കൂടി രാവിലെ 3:50 ഞാൻ എഴുന്നേറ്റ് ഒരു ജപമാല ചൊല്ലി കഴിയുമ്പോഴേക്കും ഡെയിലി ബ്രെഡിനുള്ള സമയമാവും. ആ ഡെയിലി ബ്രെഡ് കൂടി അത് കഴിയുമ്പോഴേക്കും 6 മണിയാവും. ഒരു 5:50 ആവും. 5:50 ആയി കഴിയുമ്പോൾ എനിക്ക് 6 മണിക്കത് കുർബാനയ്ക്ക് പോകാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ കുർബാനയ്ക്ക് പോകും. അങ്ങനെയാണ് എൻ്റെ ഒരു ദിവസത്തെ 3:50 എന്നെ ഓട്ടോമാറ്റിക്കായിട്ട് മാതാവ്, ആദ്യം ഞാൻ 5 മണിക്ക് എഴുന്നേറ്റുകൊണ്ടിരുന്ന അലാറം വെച്ച്, അത് കഴിഞ്ഞ് മാതാവ് കുറച്ചും കൂടി സമയം കൂട്ടി തന്ന്, നിനക്കൊരു ജപമാല ചെല്ലാൻ ടൈമുണ്ടല്ലോ, അതിനും കൂടി നീ സമയം കണ്ടെത്ത് എന്നും പറഞ്ഞപ്പോഴേക്കും ഞാൻ 3:50 പോയി. ഇപ്പം 3:50 ഞാൻ അലാറം വെച്ച് എഴുന്നേക്കും. ഞാൻ എഴുന്നേറ്റില്ലെങ്കിൽ മാതാവിനെ എഴുന്നേൽപ്പിക്കും. ആ ടൈമിൽ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് എഴുന്നേക്കും. അങ്ങനെ മാതാവിന് ഒരുപാട് അനുഗ്രഹങ്ങൾ ഇനി പറയാൻ എന്തൊക്കെ ഉണ്ട് ഞാൻ ഓർക്കണില്ല. എന്നാലും ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും തന്ന മാതാവിന് ഈശോയ്ക്കും ഞാൻ നന്ദി പറയുന്നു. അതേപോലെ തന്നെ ഇവിടെ നിന്നും പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും ഇതുപോലെ ഈ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരിൽ നിന്ന് ഓരോ മക്കളും സാക്ഷ്യപ്പെടുത്തണമെന്ന് മാതാവിനോട് ഞാൻ അപേക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ആദ്യമേ തന്നെ ഈ ആൾത്താരിൽ വന്ന് സാക്ഷ്യം പറയാൻ അവസരം തന്ന അമ്മ മാതാവിനും അവിടുത്തെ തിരുക്കുമാരനും ഒരു കൂടി നന്ദി പറയുന്നു. എൻ്റെ പേര് നികിത പോൾ. ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിലെ അമ്പുനാട് ഇടവകയിൽ നിന്നാണ്. ഞാൻ 2024 BSc നഴ്സിംഗ് എയിംസ് ന്യൂഡൽഹിയിൽ നിന്ന് പാസ് ഔട്ട് ആവുന്നത്. ഞാൻ എയിംസിൽ പഠിച്ചതുകൊണ്ട് തന്നെ ഒരു സെൻട്രൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ജോലി ചെയ്യണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ ഞാൻ ജിപ്മർ പോണ്ടിച്ചേരിയിലുള്ള റിട്ടേൺ എക്സാം 180ാമത്തെ റാങ്കോട് കൂടി ഞാൻ പാസ്സായി. 2ാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സ്കിൽ ടെസ്റ്റ് ആയിരുന്നു. സ്കിൽ ടെസ്റ്റ് എന്നെ സംബന്ധിച്ച് ഭയങ്കര ടെൻഷനും ഭയങ്കര ബുദ്ധിമുട്ടുള്ള സാഹചര്യത്തിലൂടെയാണ് ഞാൻ കടന്നു പോയത്. ഞാൻ ഫുൾ ബ്ലാങ്ക് ഔട്ടായി പോയി അവിടെ ചെന്നപ്പോൾ തന്നെ. അങ്ങനെ സ്കിൽ ടെസ്റ്റ് വളരെ മോശം എക്സ്പീരിയൻസിലൂടെ തന്നെയാണ് ഞാൻ കടന്നു പോയത്.
ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു എനിക്ക് ഭയങ്കര സങ്കടമായി. കാരണം റിട്ടേൺ ടെസ്റ്റ് ഭയങ്കര നല്ല റാങ്കോട് കൂടി പാസ്സാവുകയും ജസ്റ്റ് എലിജിബിലിറ്റി ക്രൈറ്റീരിയ ക്രോസ് ചെയ്യേണ്ട സ്കിൽ ടെസ്റ്റ് ഞാൻ പരാജയപ്പെടുകയും ചെയ്യുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അങ്ങനെ എൻ്റെ മമ്മി പറഞ്ഞു ഓൺലൈൻ ഉടമ്പടി എടുക്കാൻ. ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എയിംസിൽ നിന്ന് പാസ് ഔട്ട് ചെയ്തുകൊണ്ട് തന്നെ എയിംസിൽ പഠിച്ച് ഇറങ്ങിയവർക്ക് അവിടെ കോൺട്രാക്ച്വൽ ജോബിന് അപ്ലൈ ചെയ്യാമായിരുന്നു. ആ ആഴ്ച തന്നെ എനിക്ക് തിരിച്ച് ഡൽഹിയിലേക്ക് പോകേണ്ടത് കൊണ്ട് ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്താണ് ഞാൻ ഡൽഹിയിലേക്ക് പോയി കോൺട്രാക്ച്വൽ ജോബിന് ഞാൻ ജോയിൻ ചെയ്യുന്നത്. പക്ഷേ ഞാൻ അവിടെ ചെന്ന് എനിക്ക് ഉടമ്പടിയിലുള്ള ജീവിതപ്രകാരം എനിക്ക് ജീവിക്കാനൊന്നും സാധിച്ചില്ല. ഞാൻ നന്നായി ഉഴപ്പിയെന്ന് ഞാൻ പറയാം. അങ്ങനെ ജോലിയും അടുത്ത എയിംസിലേക്കുള്ള എൻട്രൻസ് എക്സാമിന് വേണ്ട പഠനവും രണ്ടും കൂടി മാനേജ് ചെയ്യാനായിട്ട് എനിക്ക് സാധിച്ചില്ല. ഞാൻ അങ്ങനെ ജോബ് റിസൈൻ ചെയ്തു. ഞാൻ തിരിച്ച് നാട്ടിൽ മെയ്യിൽ വന്നു. ആ ആഴ്ചയിൽ തന്നെ ഞാനും മമ്മിയും ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുക്കുകയുണ്ടായി. 2025 മെയ് 26 ഞാൻ തീർത്ഥാടക ഉടമ്പടി എടുത്തു. അങ്ങനെ തീർത്ഥാടക ഉടമ്പടി എടുത്തതിന് ശേഷം എന്നിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് ഞാൻ ദിവസേന ദിവ്യബലി കൂടും. പിന്നെ രാവിലെ 5:30 പ്രാർത്ഥന മുടങ്ങാതെ ഞാൻ ചെല്ലും. അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് ഞാൻ എന്നും കേൾക്കും. അങ്ങനെ ഒരു ദിവസം ജോസഫ് അച്ഛൻ ഡെയിലി ബ്രെഡിൽ പറഞ്ഞു, ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളിൽ ഇന്ന് 43-ാമത്തെ ദിവസം നിങ്ങൾക്ക് ഒരു വെളിച്ചം തരുമെന്ന് ഒരു ഡെയിലി ബ്രെഡിൽ അച്ഛൻ പറയുകയുണ്ടായി. ഞാൻ ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു. ഞാൻ വചനങ്ങൾ തിരുവചനം ബൈബിള് ഞാൻ എല്ലാ ദിവസവും എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ, കാരണം ഞാൻ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ബൈബിള്. എനിക്ക് കിട്ടുന്ന സമയം ഞാൻ പഠിക്കുന്ന സമയത്തൊക്കെ എനിക്ക് ടെൻഷനൊക്കെ വരുമ്പോൾ ഞാൻ ബൈബിൾ എടുത്താണ് ആദ്യം വായിക്കുന്നത്. അങ്ങനെ എയിംസിൻ്റെ എൻട്രൻസ് എക്സാം 2 സ്റ്റേജായിട്ടാണ്. ഒന്ന് പ്രിലിമിനറി എക്സാമും 2 മെയിൻസ് എക്സാമും. എനിക്ക് 2 എക്സാമിനും എനിക്ക് കിട്ടിയത്, ഞാൻ മാതാവിനോട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചിരുന്നു, എനിക്ക് എക്സാമിന് പോകുമ്പോൾ നീ എനിക്കൊരു അടയാളം കാണിച്ചു തരണമെന്ന്. അങ്ങനെ എൻ്റെ 2 എക്സാമിൻ്റെ സെൻറ്ററും മാതാവിൻ്റെ പേരിലുള്ള സെൻറ്ററായിരുന്നു. അങ്ങനെ പ്രിലിമിനറി എക്സാം നല്ല പെർസെൻറ്റേജോട് കൂടി എനിക്ക് പാസ്സാവാൻ സാധിച്ചു. ആ ഒരാഴ്ചയ്ക്കുള്ളിലാണ് മെയിൻസ് എക്സാം വരുന്നത്. മെയിൻസ് എക്സാമിൻ്റെ സമയത്ത് എനിക്ക് മൊത്തം എൻ്റെ ഫുൾ ടോപ്പിക്സ് ഒന്നും കവർ ചെയ്യാനുള്ള ടൈം കിട്ടിയില്ല. എങ്കിൽ പോലും എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു. ഞാൻ പഠിക്കാനിരിക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ഞാൻ ഇവിടെ നിന്ന് ലഭിച്ചിരുന്ന വിശുദ്ധ തൈലം എൻ്റെ നെറ്റിയിലും അതുപോലെ തന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ബുക്കുകളിലും ഞാൻ തേക്കുമായിരുന്നു. കൂടാതെ ഉപ്പും എൻ്റെ ബുക്കിൻ്റെ പേജുകളിൽ ഞാൻ വിതറി പഠിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ മെയിൻസ് എക്സാം വന്നു. എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. മെയിൻസ് എക്സാം നമുക്ക് 45 മിനിറ്റ്സിൽ 40 ക്വസ്റ്റ്യൻസ്, അങ്ങനെ 160 ക്വസ്റ്റ്യൻസാണ് മൊത്തം വരുന്നത്. പക്ഷേ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു എക്സാമിൻ്റെ മൊത്തത്തിൽ. ആക്ച്വലി എനിക്ക് എക്സാം ഭയങ്കര ടഫായിരുന്നു. എക്സാം ഏകദേശം തീരാറായി. ലാസ്റ്റ് 5 മിനിറ്റ്സിൽ ഞാൻ മാതാവിനോട് എൻ്റെ മനസ്സിൽ ഞാൻ ചോദിച്ചു, മാതാവ്, ഞാൻ ഇത്ര പ്രാർത്ഥിച്ചിട്ടും നീ എന്തുകൊണ്ട് എൻ്റെ എക്സാം ഇത്ര ടഫാക്കി തന്നു? എനിക്ക് ഭയങ്കര, കാരണം ജോലിയെല്ലാം റിസൈൻ ചെയ്ത് വന്നാണ് ഞാൻ പഠിക്കാൻ ഇവിടെ ഇരുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ചോദിച്ചു. ഒരു 1 മിനിറ്റിനുള്ളിൽ എൻ്റെ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായി പോയി. ഞാൻ പേടിച്ചു. ഞാൻ ചുറ്റും നോക്കിയപ്പോൾ ബാക്കി എല്ലാവരുടെ സിസ്റ്റം ഓണാണ്, എൻ്റെ മാത്രം സിസ്റ്റം ഓഫായിപ്പോയി. എൻ്റെ പേടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്ത 160 ക്വസ്റ്റ്യൻസും സേവ് ചെയ്തത് പോയിട്ടുണ്ടാകുമോ, അതായിരുന്നു എൻ്റെ ആകെയുള്ള ടെൻഷൻ. ഒരു 10 to 15 സെക്കൻഡ്സ് കഴിഞ്ഞപ്പോൾ എൻ്റെ സിസ്റ്റം ഓണായി. ദൈവഭാഗ്യത്തിൽ വേറെ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല. പക്ഷേ എക്സാം ടഫായതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു, പ്രതീക്ഷയൊന്നും വേണ്ട. അങ്ങനെ ഒരാഴ്ചയ്ക്കുള്ളിൽ എൻ്റെ റിസൾട്ട് വരികയായി. റിസൾട്ട് വന്നപ്പോൾ എനിക്ക് വലിയ ഹോപ്പൊന്നും ഉണ്ടായിരുന്നില്ല, വീട്ടുകാർക്കായിരുന്നു മൊത്തം ഹോപ്പ്. ഞാൻ അന്ന് വൈകിട്ട് പള്ളിയിൽ പോയി വിശുദ്ധ കുർബാന കഴിഞ്ഞ് തിരിച്ച് ഞാൻ വന്നപ്പോൾ
എൻ്റെ മൊബൈലിൽ ഒരു 10-20 മിസ് കോള്. എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വിളിച്ച് ചോദിക്കുന്നു എങ്ങനെയുണ്ട് എക്സാം. എനിക്ക് റിസൾട്ട് നോക്കാൻ പേടിയായിരുന്നു. ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹത്താൽ ഞാൻ റിസൾട്ട് നോക്കി. എനിക്ക് വളരെ നല്ലൊരു റാങ്ക്. ഞാൻ ജനറൽ കാറ്റഗറി ആയതുകൊണ്ട് തന്നെ ജനറൽ കാറ്റഗറിയിൽ ഇത്ര റാങ്കിനുള്ളിൽ കയറിയാൽ മാത്രമേ നമുക്ക് പോസിബിലിറ്റി ഉള്ളൂ ഒരു ജോലി ലഭിക്കുക എന്നുള്ളത്. വേറെ റിസർവേഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അതിൽ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ എനിക്ക് ഭയങ്കര നല്ല റാങ്കും എൻ്റെ റാങ്കിൽ 7 എന്ന ഉള്ള ഒരു നമ്പറും കൂടി ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ ഇത് മാതാവ് എനിക്ക് തന്നതാണ് എന്ന വിശ്വാസം എനിക്ക് വന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഓപ്ഷൻസ് എല്ലാം ചൂസ് ചെയ്തു. ഡൽഹിയിൽ പഠിച്ചതുകൊണ്ട് തന്നെ തിരിച്ചെനിക്ക് ഡൽഹിയിലേക്ക് പോകാൻ താല്പര്യമില്ലായിരുന്നു. അവിടുത്തെ സിറ്റുവേഷൻസും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. വീടിനോട് കൂടുതൽ അടുത്ത് സൗത്ത് ഇന്ത്യയിലുള്ള എയിംസ് ചൂസ് ചെയ്യാനായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ ഞാൻ വെച്ചതിൽ എൻ്റെ 3rd ഓപ്ഷനായ എയിംസ് മംഗളഗിരി, അതായത് ആന്ധ്രയിലുള്ള എയിംസ്, എനിക്കിഷ്ടപ്പെട്ട ഒരു എയിംസ് ആയിരുന്നു. എനിക്ക് അവിടെ നിന്നും എനിക്ക് ഓഫർ ലെറ്റർ ജനുവരി 1 എനിക്ക് ലഭിച്ചു. ഈ വരുന്ന ഞായറാഴ്ച ഞാൻ ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ഇത്രയും തന്ന ദൈവത്തിനും തിരുക്കുമാരനും മാതാവിനും 1000 കോടാനുകൂടി നന്ദി പറയുന്നു. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തു വരുന്നിരുന്നത്, ഞാൻ ഇവിടെ നിന്ന് എനിക്ക് ലഭിച്ചിരുന്ന പത്രങ്ങൾ എന്നിൽ കൊണ്ടാകുന്ന രീതിയിൽ ഞാൻ മറ്റുള്ളവർക്ക് കൊടുത്തിരുന്നു. കൂടുതൽ ഞാൻ കൊടുത്തിരുന്നത് മറ്റ് അക്രൈസ്തവരായുള്ള ആളുകളിലേക്കാണ്. അധികമൊന്നും എനിക്ക് പ്രേക്ഷിത പ്രവർത്തനം എന്ന് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല, എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങൾ കൊണ്ട് തന്നെ. കാരുണ്യ പ്രവൃത്തികളായിട്ട് ചെയ്തു വരുന്നിരുന്നത്, ഞാൻ പൊതിച്ചോറിനുള്ള പണം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു നഴ്സായതുകൊണ്ട് ഞാൻ കുറച്ച് നാൾ വർക്ക് ചെയ്തതുകൊണ്ടും എൻ്റെ മുൻപിൽ വരുന്ന രോഗികൾക്ക് എന്നെ കൊണ്ടാകുന്ന സഹായങ്ങളും നല്ല രീതിയിലുള്ള സർവീസ് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു വൃദ്ധസദനത്തിന് അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു നേരത്തെ ഭക്ഷണം അല്ലെങ്കിൽ ഒരു ദിവസത്തെ മുഴുവൻ ഭക്ഷണത്തിന് വേണ്ടിയുള്ള പൈസയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്രയും തന്ന ദൈവത്തിനും മാതാവിനും അവിടുത്തെ തിരുക്കുമാരനും കോടാനുകൂടി